റിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ രണ്ടെണ്ണം പഠിച്ചായിരുന്നു നിർത്തിയത്. റിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് സെപ്പറേറ്റ് പാത്വേ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഏതെങ്കിലും ഒരു റൂമിലെ അപ്ലയൻസസിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് അതായത് നമ്മള് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് റിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസിനെ പറ്റിയായിരുന്നു. അപ്പോൾ റിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ വട്ടത്തിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡിൽ കൂടെയും എന്ത് ചെയ്യാം, കറണ്ട് കയറി വരാൻ പറ്റും. ശരിയല്ലേ? 2 സെപ്പറേറ്റ് പാത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡിവൈസ് കേടാണെങ്കിൽ നമുക്ക് അതിന്റെ ആ ഭാഗം ഓഫ് ആക്കിയിട്ടിട്ട് ബാക്കിയുള്ളത് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തേത് നമ്മൾ എഴുതിയില്ലായിരുന്നു, അത് എഴുതിക്കോ. മൂന്നാമത്തെ ആയിരുന്നു നമ്മൾ എഴുതാനുള്ളത്, എഴുതിക്കോ. മൂന്നാമത്തെ അതിൻ്റെ ഇതെന്ന് പറയുമ്പോൾ in this system all the plugs and sockets used can be of same size, but each socket should have its own fuse. അങ്ങനെ എഴുതിയാൽ മതി. അതായത് എല്ലാ നമുക്കറിയാം in the system all the plug and socket എന്താണ് യൂസ്ഡ് ക്യാൻ ബി ഓഫ് സെയിം സൈസ്. ഒരേപോലുള്ള പ്ലഗ് അല്ലേ നമ്മുടെ വീടുകളിലെല്ലാം ഇരിക്കുന്നത്, ആണല്ലോ. പക്ഷേ but each of the socket should have its own fuse of rating suitable for the appliance to be connected with it. എല്ലാം സെയിം സൈസും സെയിം ഷേപ്പും ഒക്കെ ഉള്ള സോക്കറ്റ് ഉപയോഗിക്കാം. പക്ഷെ ഓരോ സോക്കറ്റിനും നമുക്കറിയാം അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന അപ്ലയൻസസ് യൂസ് ചെയ്യുന്ന കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്യൂസ് അല്ലെങ്കിൽ റേറ്റിംഗിലുള്ള ഒരു ഫ്യൂസ് നമ്മൾ അവിടെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമാകും. ഓക്കെ, നാലാമത്തെ അതിന്റെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും while installing a new appliance in a room, a new line up to the distribution box is not required, comma, it can be directly connected to the ring circuit in that room. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ ഒരു DB ആണെങ്കിൽ ആ DB എന്ന് ലൈവ് ന്യൂട്രൽ എർത്തും വന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ പോവാം. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും തന്നെ ഇവിടെ നിന്ന് വന്നിട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ നിന്ന് വേറെ 3 കണക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പകരം ഇവിടെ നിന്ന് തന്നെ 3 കണക്ഷൻ തന്നെ ഇങ്ങനെ എടുത്താൽ മതി. ഈ 3 കണക്ഷൻ ഇതുവഴി പോകുമ്പോൾ ഇതേന്ന് തന്നെ 3 കണക്ഷൻ ഇങ്ങനെ എടുത്താൽ മതി. മനസ്സിലായോ? അതാണ് അതിന്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ അഡ്വാൻറ്റേജിൽ ഏതെങ്കിലും ഒരു 2 എങ്കിലും ഓർത്ത് വെക്കുക. ഇനി അതേപോലെ തന്നെ ഒരു കാര്യം ആലോചിച്ചോണം, നമ്മൾ പാരലൽ കോമ്പിനേഷനിലാണ് എല്ലാ അപ്ലയൻസസും സ്വിച്ചസും സോക്കറ്റ്സും എല്ലാം കണക്ട് ചെയ്യുന്നത്. അത് എന്തിനാണെന്നറിയോ? പാരലൽ കണക്ഷന് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ. ഇൻ പാരലൽ കണക്ഷൻ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്കറിയാം ഈ അപ്ലയൻസസ് എല്ലാം സെയിം വോൾട്ടേജിലാണ് വർക്ക് ചെയ്യാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫാനും 220 വോൾട്ടിലായിരിക്കും, AC-യും 220 വോൾട്ടിലായിരിക്കും, ഫ്രിഡ്ജും 220 വോൾട്ടിലായിരിക്കും, ടിവിയും 220 വോൾട്ടിലായിരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം ഒരേ വോൾട്ടേജിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിനെ പാരലൽ രീതിയിൽ കണക്ട് ചെയ്യണം. ഒന്നിന് താഴെ ഒന്നായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യണം. അത് നമുക്ക് അങ്ങനെ കാണുമ്പോൾ ഒന്നിന് താഴെ ഒന്നായിട്ട് കണക്ട് ചെയ്യുമെന്ന് നമുക്ക് തോന്നത്തില്ല, പക്ഷേ
നമ്മൾ റിംഗ് സിസ്റ്റത്തിനകത്ത് നമ്മൾ അങ്ങനെ ആയിരിക്കും കണക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ആണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതിയേക്കണം. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിയേക്കണം. ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കണം. ഓൾ ദ ഇലക്ട്രിക്കൽ appliances are connected in parallel, മെയിൻസുമായിട്ട് parallel with the mains. എന്നിട്ട് in live wire before each appliance a separate switch and a separate fuse is connected in series with it. അതെന്താണെന്നറിയാമോ? ഇപ്പൊ നമ്മള് ഈ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആയിട്ട് ഇപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ എങ്കിൽ ഈ മെയിനുമായിട്ട് പാരലൽ ആയിട്ടായിരിക്കും. കണ്ടോ, ഇത് മെയിൻ ആണെങ്കിൽ ഇവിടുന്ന് കറണ്ട് വരുന്നെങ്കിൽ ഇത് ടി വി, കണ്ടോ, ഇത് പാരലൽ ആയിട്ടാണ് ഈ ടി വി കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ അടുത്ത AC, അതും പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അടുത്തത് ഫ്രിഡ്ജ്, നമുക്ക് ഇങ്ങനെയല്ല, എന്താണ് കണക്ഷൻ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, അത് ഈ കൺസീൽഡിനകത്തൂടെ ഈ രീതിയിലായിരിക്കും അത് പോയിരിക്കുന്നത്. ഇത് ഫ്രിഡ്ജ്, മനസ്സിലായോ? പാരലിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരേ വോൾട്ടേജിലെല്ലാം വർക്ക് ചെയ്യാൻ പറ്റും. ഇനിയും നിങ്ങൾ ആലോചിച്ചോണം, ഇതിപ്പോ ലൈവ് വയറിനെ മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. ഓരോ ഇൻസ്ട്രുമെന്റിലോട്ടും വരുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? നമുക്കൊരു സെപ്പറേറ്റ് സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ നമുക്ക് അങ്ങനെയല്ലേ, നമ്മൾ AC ഓൺ ആക്കണേ നമ്മൾ പോയിട്ട് നമ്മുടെ ഒരു പ്ലഗ് കുത്തിയിട്ടിട്ടുണ്ട്, അതിന്റെ ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ AC ഓൺ ആകത്തുള്ളൂ. ഫ്രിഡ്ജും TV വാഷിംഗ് മെഷീനും എല്ലാം എന്താ, സെപ്പറേറ്റ് സ്വിച്ച്. ലൈവ് വയറിൽ നമ്മൾ ഒരു സെപ്പറേറ്റ് സ്വിച്ചും ആ സോക്കറ്റിനകത്ത് ഒരു ഫ്യൂസും കാണാം. നമുക്ക് കാണാൻ പറ്റത്തില്ല, സോക്കറ്റിനകത്തായിരിക്കുന്നത്. ആ സോക്കറ്റ് തുറന്നു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു ഫ്യൂസ്. അപ്പൊ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്വിച്ചും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫ്യൂസും വെച്ചിട്ടാണ് ഈ എല്ലാ അപ്ലയൻസസും നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനിയും അടുത്ത ഒരു എഴുതേണ്ടത് പാരലായിട്ട് അഡ്വാൻറ്റേജസ് ഓഫ്, അതൊരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. അഡ്വാൻറ്റേജസ് ഓഫ് കണക്ടിങ് the appliance in parallel ആയിട്ട് കണക്ട് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഈച്ച് appliance gets same voltage, അല്ലെങ്കിൽ each appliances get connected to, ഇങ്ങനെ എഴുതി, get connected to 220 volt supply for its normal working. അതേപോലെ തന്നെ രണ്ടാമത്തേത്, each appliance operate independently. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പം ഞാനിത് മെയിന്, ഇതെന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇതെടുത്തൊരു TVയെ കൊടുത്തു, ഡയറക്റ്റ് ആയിട്ട് ഇതെടുത്തൊരു ഫ്രിഡ്ജിൽ കൊടുത്തു, ഡയറക്റ്റ് ആയിട്ട് ഒരു ACയെ കൊടുത്തു. നോക്കിയേ, ഈ ഫ്രിഡ്ജിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? പിന്നെ കറണ്ട് ഇവിടം വരെ വരും, ഇവിടെ വരെ വന്ന് കറണ്ട് നിൽക്കും, പിന്നെ ഇങ്ങോട്ട് പോകത്തില്ല. മനസ്സിലായോ? അപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യത്തില്ല. പാരലൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും? പാരലൽ ആകുമ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ഫംഗ്ഷനിങ്, ഇതിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയെങ്കിലും കണ്ടോ, കറണ്ട് ഇവിടെ വന്ന് ഇവിടെ കയറിയിട്ട് ഇത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ കൂടെ കറണ്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോയിട്ട് ഇതിനെല്ലാം എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. മനസ്സിലായോ? അതാണ് പാരലൽ ആകുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റും. ഒന്നിന് എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റേതിന്റെ വർക്കിങ്ങിനെ അത് ബാധിക്കത്തേയില്ല. അതാണ് അതിന്റെ. ഇനിയും അഡ്വാൻറ്റേജ് മാത്രമല്ല, പാരലൽ കണക്ഷൻ അഡ്വാൻറ്റേജ് ഉള്ള പോലെ തന്നെ സീരീസ് കണക്ഷന് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതും കൂടെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യേണ്ടി വരും. നോക്കിക്കോളൂ, ഡിസഡ്വാൻറ്റേജ്
of connecting the appliance in series. അതിനകത്ത് ഒരു ആദ്യത്തെ എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all the appliance connected in series operate simultaneously. That is, if one is switched off, other appliance connected in series with it also get switched off. അതായത് ഒന്ന് സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഓപ്പറേറ്റ് ചെയ്തില്ല, അതും സ്വിച്ച് ഓഫ് ആണ്. കാരണം രണ്ട് സൈമിൾട്ടേനിയസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി? രണ്ടാമത്തേത് ഓൺ കണക്റ്റിംഗ് one more appliance in the same circuit, the resistance of the circuit will increase. Hence it will reduce the current in the circuit. So each appliance will get less power. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ അപ്ലയൻസ് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് കൂടും. അങ്ങനെ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ കറണ്ട് കുറയും. അങ്ങനെ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്ലയൻസസിന് പവർ കുറച്ചേ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ പവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇപ്പൊ ഫാൻ എന്തോ 120 വാട്ട്സിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ 120 വാട്ട്സ് പവർ അതിന് കിട്ടത്തില്ല. മനസ്സിലായോ? എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയുമ്പോൾ പവറും കുറയും. മനസ്സിലായോ? അത് എന്താണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന പവറിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ എഫിഷ്യൻസി കുറയും, കേടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനിയും ഒന്നുകൂടെ അങ്ങനെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും 220 വോൾട്ട് ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അത് എല്ലാ അപ്ലയൻസസിനും ഡിവൈഡ് ചെയ്ത് അങ്ങ് പോകും. കാരണം നമ്മൾ പറഞ്ഞ സീരിയസ് കണക്ഷനിൽ കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും, വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ 220 വോൾട്ടേജ് ടി വിക്കകത്തൂടെ കടന്നു പോയാൽ ടി വിക്കകത്തൂടെ അതിന്റെ കുറച്ച് പോകും, എ സിക്കകത്തൂടെ കുറച്ച് കയറി പോകും. ബാക്കി അപ്പം ടി വിക്കകത്ത് കുറച്ച് യൂസ് ചെയ്യും, എ സിക്കകത്ത് കുറച്ച് യൂസ് ചെയ്യും, ബാക്കി വരുന്നത് ഫ്രിഡ്ജ് യൂസ് ചെയ്യും, ബാക്കി വരുന്നത് ഗ്രൈൻഡർ യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പം എല്ലാം കുറച്ച് എല്ലാത്തിനും ഈ 220 വോൾട്ട് വോൾട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന വോൾട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് കേടുപാടുകൾ ഉണ്ടാവും. മനസ്സിലായോ? അപ്പം അതാണത്. ദ voltage of the source gets divided in all the appliances. So they does not operate at its rated voltage. അത് പറഞ്ഞിരിക്കുന്ന വോൾട്ടേജിൽ അതിന് റേറ്റഡ് വോൾട്ടേജിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതാണ് അതിന്റെ.
ഇനി നമ്മൾ ഈ ഹൗസ് ഹോൾഡ് വയറിങ്ങിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കമ്പോണന്റ് ആണ് ഫ്യൂസ്, പിന്നെ സ്വിച്ച്, പിന്നെന്താ പ്ലഗ്, പിന്നെ എർത്തിങ് കോമ്പൗണ്ട്, അതേപോലെ തന്നെ എർത്തിങ് കണക്ഷന്, പിന്നെ അതേപോലെ ഹൈ ടെൻഷൻ വയറുകൾ ഒക്കെ. അപ്പം അതിനെ പറ്റിയൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹെഡിങ് എഴുതിക്കോ ഫ്യൂസ്. പെട്ടെന്ന് എഴുതണേ, ഞാൻ ഈ ചാപ്റ്റർ ഇന്ന് തീർക്കും. ഫ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സേഫ്റ്റി ഡിവൈസ് ആണ്. അപ്പം അത് എഴുതാം. An electric fuse is a safety device. Safety device used to limit the current in an electric circuit. The use of fuse safeguards the circuit and the other appliances connected in that circuit from being damaged. ഇനിയും ഒരു ഡോട്ട് ഇട്ട് എഴുതുക. A fuse works on the principle of heating effect of electric current. അതായത് കറണ്ട് ഒരു വയറിനകത്തൂടെ കടന്നു പോകുമ്പോൾ അല്ലെ കണ്ടക്ടറിനകത്തൂടെ കടന്നു പോകുമ്പോൾ അത് ചൂടാകും എന്നുള്ളൊരു ഇത് നമുക്കറിയാം. അതേപോലെ തന്നെ ഈ കറണ്ട് ഫ്യൂസ് വയറിനകത്തൂടെ കടന്നു പോയാൽ ഫ്യൂസ് വയർ ചൂടാകുകയും അത് മെൽറ്റിംഗ് പോയിന്റ് കുറവായതുകൊണ്ട് തന്നെ അത് ഉരുകി പോവുകയും കറണ്ട് എന്ത് ചെയ്യും, അകത്തേക്ക് അത് അതിന്റെ കണക്ഷൻ ബ്രേക്ക് ആകുമ്പോൾ കറണ്ട് അകത്തേക്ക് കടത്തിവിടത്തില്ല. അങ്ങനെ അകത്തുള്ള സർക്യൂട്ടിനെയും അകത്തുള്ള അപ്ലയൻസസിനെയും എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. അല്ലെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം കണക്ട് ചെയ്യുന്നത് നമ്മുടെ എന്താണ് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് നമ്മൾ ആദ്യം ഫ്യൂസിനകത്തുള്ള കടത്തി വിട്ടിട്ടാണ് കിലോമീറ്റർ. അവിടെ ആദ്യം ഒരു ഫ്യൂസ് ഉണ്ട്, 50 ആംബിയറിന്റെ ഫ്യൂസ് ആണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് മെയിൻ സ്വിച്ചിനകത്തും വീണ്ടും ഫ്യൂസുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ELCB ഉണ്ട്, അതും ഫ്യൂസ് ആണ്. അത് കഴിഞ്ഞിട്ട് MCBs ഉണ്ട്, അതും ഫ്യൂസ് ആണ്. മനസ്സിലാക്കും, അങ്ങനെ കുറേ ഫ്യൂസുകൾ നമുക്കുണ്ട്. അപ്പൊ അത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് വെച്ചിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനിയും the rise in temperature of fuse wire depends on current rating. ആ ഫ്യൂസിന്റെ കറണ്ട് റേറ്റിംഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആ ടെമ്പറേച്ചർ എത്രത്തോളം കൂടുമോ ഇല്ലയോ എന്നുള്ളത്. കറണ്ട് റേറ്റിംഗ്. രണ്ടാമത്തേത് ഇറ്റ്സ് റേഡിയസ്. ആ വയറിന്റെ ആ ഫ്യൂസ് വയറിന്റെ റേഡിയസ്. എപ്പോഴും അത് അതിന്റെ ഒരു റിലേഷൻ പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ, എത്ര ടെമ്പറേച്ചർ റൈസ് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത് ആ ഫ്യൂസിന്റെ കറണ്ട് റേറ്റിംഗും ആൻഡ് ഇറ്റ്സ് റേഡിയസും ആണ്. അത് എപ്പോഴും എങ്ങനെയാണെന്നറിയാമോ, ആ ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, സ്ക്വയർ ഓഫ് കറണ്ട് ആണ്. അതായത് കറണ്ട് കൂടുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചറും ഭയങ്കരമായിട്ട് കൂടും. അതേപോലെ തന്നെ ഈ ടെമ്പറേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു
ക്യൂബ് റൂട്ട് ഓഫ് റേഡിയസ് ഓഫ് വയർ എന്നാണ് പറയുന്നത്. അതായത് റേഡിയസ് നല്ല രീതിയിൽ കൂടുവാണെങ്കിൽ അതുവഴി അതിന്റെ ടെമ്പറേച്ചർ കൂടുന്ന എന്ത് ചെയ്യും, കുറയും. മനസ്സിലായോ? അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഡെൽറ്റ ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് എഴുതാം, ഐ സ്ക്വയർ ഡിവൈഡ് ബൈ എന്താണ്, ആർ ക്യൂബ് എന്ന് എഴുതാം. ഇനിയും ഒരു കാര്യം എഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഫ്യൂസ് വയർ ഓഫ് കറന്റ് റേറ്റിംഗ് 1 ആംപിയർ. അതായത് കറന്റ് റേറ്റിംഗ് 1 ആംപിയർ ആണ്, അതിന്റെ റേഡിയസ് 0.2 മില്ലിമീറ്റർ ആണ്. while the fuse wire of current rating 8 ampere is of radius 0.8 millimeter. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ, കറണ്ട് തിക്നെസ് കറണ്ട് റേറ്റിംഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള, അതായത് കറണ്ട് റേറ്റിംഗ് കൂടുതലാണെങ്കിൽ വയർ തിക്കർ ആക്കണം എന്നർത്ഥം. മനസ്സിലായോ? കറണ്ട് റേറ്റിംഗ് കൂടുതലാണെങ്കിൽ കൂടുതൽ കറണ്ടിനെ കടത്തിവിടുന്ന രീതിയിലാക്കണമെങ്കിൽ ആ വയർ എന്ത് ചെയ്യണം, വയർ തിക്കർ ആക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതും കൂടെ നമുക്ക് എഴുതിയേക്കാം, ഡോട്ട് എഴുതിയേക്കാം. ഹയർ ദ current rating of fuse thicker is the fuse wire. അതായത് ഇപ്പം ഒരു ഇതിന്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഫ്യൂസിന്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ 1 ആംപിയർ ആണെങ്കിൽ അതിന്റെ ആ വയറിന്റെ തിക്നെസ് 0.2 മില്ലിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പം കറണ്ട് റേറ്റിംഗ് ഞാൻ 8 ആംപിയർ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, അതിന്റെ വയറിന്റെ റേഡിയസും കൂടുതലായിരിക്കണം. കണ്ടോ, 0.8 mm ആയിട്ട് മാറും. മനസ്സിലായി? അപ്പൊ കറണ്ട് റേറ്റിംഗ് കൂടണമെങ്കിൽ വയറിന്റെ തിക്നെസ്സും കൂടണം, എന്നാലേ കൂടുതൽ കറണ്ടിനെ അതുവഴി കടത്തിവിടാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. ഫ്യൂസ് വയർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലെഡും ടിന്നും കൂടെ ചേർന്ന ഒരു അലോയിങ് കൊണ്ടാണ് അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത, അത് ഈ കറണ്ട് കടത്തിയിട്ട് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ഉരുകിപ്പോകും. അതായത് ഒരു 250 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ, അത് ഉരുകത്തുള്ളൂ. അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഉരുകിപ്പോകും. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വൈദ്യുതി 220 വോൾട്ടിലാണ്. ആ 220 വോൾട്ടിൽ വൈദ്യുതി വരുമ്പോൾ ഫ്യൂസ് വയറിൽ കൂടെ 250 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടിലും കുറവ് ടെമ്പറേച്ചർ ആയിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് അത് ഉരുകാത്തത്. എന്നാൽ ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് ഈ 220 വോൾട്ട് എന്നുള്ളത് ഒരു 350 വോൾട്ട് ഒക്കെ കയറി വരുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ ടെമ്പറേച്ചർ 250 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ആ ഫ്യൂസ് വയർ മെൽറ്റ് ആയി പോകും, കണക്ഷൻ ബ്രേക്ക് ആവും. നമ്മുടെ അകത്തുള്ള അപ്ലയൻസ്, അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അപ്ലയൻസുകളൊന്നും എന്ത് ചെയ്യത്തില്ല, അടിച്ചു പോകത്തില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ എഴുതാം, എ ഫ്യൂസ് വയർ ഈസ് made up of lead and tin alloy. Lead and tin alloy. As its melting point is low. അപ്പം അപ്രോക്സിമേറ്റ്ലി വേണമെങ്കിൽ കൊടുക്കാം, അപ്രോക്സിമേറ്റ്ലി ഒരു 250 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ഇറ്റ് സ്പെസിഫിക് റെസിസ്റ്റൻസ്, അതായത് റെസിസ്റ്റിവിറ്റി, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ് ഹൈ than that of copper and aluminum. Copper wire and aluminum wire is unsuitable. സാർ ഒരു ഡൗട്ട് പറഞ്ഞു. സാറേ, ഈ ലെഡിന്റെയും ടിന്നിന്റെയും മെൽറ്റിംഗ് പോയിന്റ് കുറവാണെങ്കിൽ അതിനെന്താ നമ്മൾ വയർ യൂസ് ചെയ്യാത്ത? മെൽറ്റിംഗ് പോയിന്റ് കുറവാണെങ്കിലോ? അല്ല, എനിക്ക് മനസ്സിലായില്ല, എന്താണ് ലെഡിന്റെയും ടിന്നിന്റെയും? പറഞ്ഞു, ചോദിച്ചോടെ. അല്ല, ഈ പണ്ടത്തെ കോപ്പർ അല്ലേ യൂസ് ചെയ്യുന്നത്? ഇപ്പോഴും കോപ്പർ ആണല്ലോ.
എന്ന് വെച്ചാൽ അതല്ല, വയറിംഗ് ഇല്ല, ഫ്യൂസ് ആയിട്ട് കോപ്പർ ഒക്കെ പഴയതൊക്കെ യൂസ് ചെയ്തില്ലേ? ആ കോപ്പർ യൂസ് ചെയ്ത പ്രശ്നം എന്ന് പറയുമ്പോൾ കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് 1050°C. അപ്പൊ 1080 ഈ 1080°C ടെമ്പറേച്ചർ കടന്നു പോയാലേ അത് ഉരുകത്തുള്ളൂ. നമുക്കറിയാലോ, ഈ ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് ഇപ്പോൾ നോർമലി ഒരു 220 വോൾട്ടിലാണ് നമ്മുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത്. ആ 220 വോൾട്ടിൽ ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഈ ഫ്യൂസ് വയറിൽ കൂടെ കടന്നു പോകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 250°C താഴെയാണ്. അപ്പം എന്ത് ചെയ്യും, ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 300, 350, 400, 450 വോൾട്ട് ഒക്കെ കടന്നു വരുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ, കൂടുതൽ കറണ്ട് കടന്നു വരുമ്പോൾ ടെമ്പറേച്ചർ കൂടും, ഹീറ്റിംഗ് എഫക്റ്റ് വെച്ചിട്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഒരു 400, 300°C ഒക്കെ ആയിരിക്കും. അപ്പോൾ 400°C വരുമ്പോഴേ ഈ ഇതെന്ത് ചെയ്യും, നമ്മുടെ ഇതെന്ത് ചെയ്യും, ലെഡ് ടിൻ അലോയ് എന്ത് ചെയ്യും, ലെഡ് ടിൻ അലോയ് ഉരുകിപ്പോവും. മനസ്സിലായോ? നേരെ കോപ്പർ ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നെങ്കിലോ, കോപ്പർ 450, 500°C വന്നാലും അവിടെ ഉരുകാൻ പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, കറണ്ട് എല്ലാം അകത്തോട്ട് കയറിപ്പോവും. അപ്പൊ എക്സ്ട്രാ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം 220 വോൾട്ടിൽ മാത്രം പ്രവർത്തിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ആ 220 വോൾട്ടിൽ പ്രവർത്തിക്കാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന അപ്ലയൻസുകളിലൊക്കെ 400 വോൾട്ടും 500 വോൾട്ടും കയറിപ്പോവും. അതെല്ലാം വെടിയും പുകയും തീരും. മനസ്സിലായോ? ഇനി എന്തായിരുന്നു സംശയം? ക്ലിയർ ആയി സർ. നേരത്തെ കോപ്പർ, അതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് മോൻ ചോദിച്ച സംശയത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ വീട്ടിൽ വയറിങ്ങിന് നോർമലി യൂസ് ചെയ്യുന്നത് കോപ്പറാണ്, എന്തുകൊണ്ട് ലെഡ് ടിൻ അലോയ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണോ? അങ്ങനെയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ചില പഴയ വീടുകളൊക്കെ ഈ ലെഡ് ടിൻ അലോയ്ക്ക് ഈ പറഞ്ഞ പോലെ റെസിസ്റ്റിവിറ്റി ഭയങ്കര കൂടുതലാണ്. നമ്മൾ അത് സ്പെസിഫിക് റെസിസ്റ്റൻസ് കൂടുതലാണ് കോപ്പറിനെക്കാട്ടിലും അലുമിനിയത്തിനെക്കാട്ടിലും. അപ്പൊ റെസിസ്റ്റൻസ് കൂടുതലുള്ള ഒരു സാധനത്തിനകത്തുള്ള കറണ്ട് നല്ല രീതിയിൽ കടത്തിവിടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ അത് വയറിൽ നമുക്ക് ഓരോ അപ്ലയൻസസുമായിട്ട് കണക്ട് ചെയ്ത് വയറിങ്ങിന് അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ അതുമല്ല, അതിന് ടെൻസൈൽ സ്ട്രെങ്ത് ഒക്കെ വളരെ കുറവാണ്. അതായത് ഈ പറഞ്ഞ പോലെ മറ്റേ ഇങ്ങനെ വളച്ചൊക്കെ വെക്കുന്ന സമയത്ത് അതിങ്ങ് പൊട്ടിങ്ങ് വരും. മനസ്സിലായോ? മാത്രമല്ല, ടെമ്പറേച്ചർ ഒന്ന് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉരുകിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലൈവ് വയറും ന്യൂട്രൽ വയറും കോണ്ടാക്ട് വന്നിട്ട് ഷോർട്ടനിങ് ഉണ്ടായിട്ട് അവിടെ കത്തും. മനസ്സിലായോ? പണ്ട് ഈ പറഞ്ഞ പോലെ ഫ്യൂസിനകത്ത് നമ്മൾ കോപ്പർ വയറാണ്. പിന്നെ രണ്ടാമത്തെ മോന്റെ സംശയം മാറി വന്നത് ഇങ്ങനെയാണ്, അതായത് ഫ്യൂസ് വയറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കോപ്പർ അല്ലായിരുന്നോ നേരത്തെ, ഇപ്പൊ ലെഡ് ടിൻ എന്തുകൊണ്ട് പറയുന്നു, അതാണോ രണ്ടാമത്തെ സംശയം? അതായിരുന്നു. അപ്പം അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, പണ്ട് കോപ്പർ ആയിരുന്നു. ആ കോപ്പർ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം, കോപ്പർ മെൽറ്റ് ആവണമെങ്കിൽ 1080°C വേണം. ഹൈ കറണ്ട് കയറി വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഇപ്പം 220 വോൾട്ടിലാണ് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പം 220 വോൾട്ടിൽ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ 250°C താഴെ ആയിരിക്കും. പക്ഷെ പെട്ടെന്ന് ഒരു ഇടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറണ്ട് കയറി വരുന്നത് ചിലപ്പോൾ ഒരു 300, 400 വോൾട്ടൊക്കെ കയറി വരുമ്പോൾ ടെമ്പറേച്ചർ ഈ ചിലപ്പോൾ ഒരു 400, 500°C ഒക്കെ ആയിരിക്കും കയറി വരുന്നത്. മനസ്സിലായോ? അപ്പം കോപ്പറാണ് ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ 500°C അതിനകത്തൂടെ വന്നാലേ അതിന്റെ ടെമ്പറേച്ചർ അത്ര ആയാലും അത് ഉരുകി പോവോ? ഇല്ല, ഉരുകത്തില്ല. അപ്പൊ കറണ്ട് എല്ലാം എന്ത് ചെയ്യും, അകത്തോട്ട് കയറത്തില്ലേ? അകത്തോട്ട് കയറുവാണെങ്കിൽ ഈ അപ്ലയൻസസിനെല്ലാം ആ ഹൈ വോൾട്ടേജ് കറണ്ട് ആണല്ലോ കിട്ടുന്നത്, ആണോ? ഹൈ വോൾട്ടേജ്. അപ്പം അപ്ലയൻസസ് എല്ലാം എന്ത് ചെയ്യും, കത്തും. അതാണ് അതിന്റെ കാരണം. മനസ്സിലായോ? അതാ ഇപ്പൊ എഴുതാൻ പോകുന്നത്, കോപ്പർ വയർ ആൻഡ് അലൂമിനിയം വയർ ഈസ് അൺസ്യൂട്ടബിൾ ഫോർ അല്ലെങ്കിൽ ടു ബി യൂസ്ഡ് ആസ് fuse wire because they have high melting point. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 1080°C ആണ്. പിന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ ഒന്നും വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. പിന്നെ എപ്പോഴും ആലോചിച്ചോണം, ഫ്യൂസ് വയർ ഫ്യൂസ് ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു ലൈവ് വയർ. കാരണം ലൈവ് വയറിനകത്തോടാണ് കറണ്ട് കയറി വരുന്നത്, അതുകൊണ്ട് ലൈവ് വയറുമായിട്ട് വേണം കണക്ട് ചെയ്യാൻ.
ഇനി നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ഒരു ഫ്യൂസ് കാണാം. അതായത് തന്നെ ഇങ്ങനെയുള്ള ഒരു ഫ്യൂസ് കാണാം. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള ഫ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ആയിരിക്കും. കണ്ടോ, ഇങ്ങനെ ഒരു ഇത് ഇതേല് ഒരു രണ്ട് ടെർമിനൽ ഉണ്ടാവും, ഇതേലും ഒരു രണ്ട് ടെർമിനൽ ഉണ്ടാവും. ഇവിടെ എസ് പോലെ ഒരു ടെർമിനലിൽ നിന്ന് അപ്പുറത്തെ ടെർമിനലിലേക്ക് കണ്ടോ, ഇതാണ് ഫ്യൂസ് വയർ. ഈ വരച്ചിരിക്കുന്നതാണ്, ഈ പോകുന്നതാണ് ഫ്യൂസ് വയർ. ഓക്കെ, ഇത് ഇതുവഴി ഇങ്ങനെ എന്താണ് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റേക്കോടുള്ള ലൈവ് വയർ ഇതുവഴി കയറി വരുന്നു. ഇതുവഴി എന്ത് ചെയ്യുന്നു, അത് അകത്തേക്ക് പോകുന്നു. മനസ്സിലായോ? അപ്പൊ ഇതുവഴി കയറിയിട്ട് ഇതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് പോകുന്നത്. അപ്പം ചൂട് ഹൈ കറണ്ട് കയറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ലെഡ് ടിൻ അലോയ് ഉരുകിയിട്ട് ഇതങ്ങ് കണക്ഷൻ ബ്രേക്ക് ആയി പോകും. കണ്ടോ, അപ്പൊ പിന്നെ ഇനി അകത്തോട്ട് കറണ്ട് കയറി പോകത്തില്ല. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതല്ലാതെ ചെറിയ ഫ്യൂസുകൾ നമ്മുടെ സോക്കറ്റിനകത്തുണ്ട്. ഏതാണെന്നറിയോ, നമ്മുടെ സോക്കറ്റിനകത്തും നമ്മുടെ സ്വിച്ചിനകത്തും ഒക്കെ ചെറിയ അതിനെ നമ്മൾ കാട്രിഡ്ജ് പോലെ ആയിരിക്കും. ഇങ്ങനെ ഇരിക്കും ഒരു ഫ്യൂസ്. ഇത് സോൾഡറിങ്, അതായത് ഇത് ഫ്യൂസ് വയർ ആണ്. ഇത് രണ്ടറ്റത്തും സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ഇങ്ങനെ ഇത് മെറ്റൽ ക്യാപ്പുകളാണ്. ഇവിടെ രണ്ട് മെറ്റൽ ക്യാപ്പുകളുണ്ട് ഈ രണ്ട് സൈഡിൽ. അതിന് ടെക്സ്റ്റിനകത്ത് പടമുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനിയും നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാം, വൈ ഫ്യൂസ് വയർ ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു ലൈവ്. അപ്പം ഇതിന്റെ ബാക്കിയായിട്ട് തന്നെ എഴുതിക്കുക, ഫ്യൂസ് ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു ലൈവ് വയർ so that because as the current in the circuit exceed the rating of fuse it melt and breaks the circuit first before the current reaches the appliance. അപ്പൊ അതിന്റെ ഫങ്ഷൻ ഇങ്ങനെയാണ്. അല്ല, ഇത് അതിന്റെ ആൻസർ അല്ല, ബിക്കോസ് എന്ന് എഴുതുന്നത്. ബിക്കോസ് അങ്ങ് വെട്ടിയേരെ, ബിക്കോസ് വേണ്ട. ഫ്യൂസ് ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു ലൈവ് വയർ, കോമ ഇട്ടിട്ട് ആസ് ദ കറന്റ് ഇൻ ദ സർക്യൂട്ട് എക്സീഡ് ദ റേറ്റിംഗ് ഓഫ് ഫ്യൂസ് ഇറ്റ് മെൽറ്റ് ആൻഡ് ബ്രേക്ക് ദ സർക്യൂട്ട് ഫസ്റ്റ് ബിഫോർ കറന്റ് റീച്ചസ് ദ അപ്ലയൻസസ്. ഓക്കെ ആണല്ലോ. ഇനിയും it is unsafe ഇത് എഴുതിക്കോ, ഇതാണ് അതിന്റെ റീസൺ. unsafe to connect the fuse in the neutral wire because due to some defect in the appliance an excessive current flows in the circuit. The fuse blows off and current stops flowing in the circuit. But the appliance is still remain connected to
high potential potential through live wire, through live wire. So if a person touching such appliance, touching such an appliance will get a shock. അത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ആ പടം വരച്ചിട്ടുണ്ടെന്ന് നോക്കിയോ. അതായത് നമ്മൾ ഇതാണ് അപ്ലയൻസ് എങ്കിൽ ഇതൊരു അപ്ലയൻസ് ആണ്. ഞാൻ ഇത് നമ്മുടെ മെയിൻസ് ആണ്, ഇത് നമ്മുടെ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണ്. അപ്പൊ ഇവിടെ നിന്നൊരു ലൈവ് വയർ തന്നെ ഇങ്ങനെ വന്നിരിക്കുകയാണ്, എന്നിട്ട് അപ്ലയൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു ന്യൂട്രൽ വയറും വേണ്ട ഇങ്ങനെ വന്നു, ന്യൂട്രൽ വയറും തന്നെ ഇങ്ങനെ വന്നു, അതും നമ്മൾ അപ്ലയൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ ലൈവ് വയറിൽ നമ്മൾ ഫ്യൂസ് കണക്ട് ചെയ്യുക. ഫ്യൂസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ്, സർക്യൂട്ടിനകത്തെ ഫ്യൂസ് ഡിനോട്ട് ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടെ കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? കാരണം മെയിൻസിൽ കൂടെ കണ്ട ഇതുവഴിയാണ് കറണ്ട് കയറി വരുന്നത്. കണ്ട ഈ മെയിനിൽ കൂടെ ഈ ലൈവ് വയറിനകത്താണ് കറണ്ട് കയറി വരുന്നത്. കണ്ടോ? അപ്പം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താണ്, ഈ അപ്ലയൻസിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ഫ്യൂസ് അങ്ങ് അടിച്ചു പോയി കഴിഞ്ഞാൽ ബാക്കി കറണ്ട് ഇവിടെ വന്ന് നിൽക്കും, പിന്നെ എന്ത് ചെയ്യത്തില്ല, ഇതുവഴി പോകത്തില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇത് അപ്ലയൻസ് ഇത് മെയിന് എന്താണ്, നിങ്ങൾ ഇവിടെ ഒരു ലൈവ് കണക്ഷൻ കൊടുത്തു, അതേപോലെ തന്നെ ഇവിടെ ഒരു ന്യൂട്രൽ കണക്ഷൻ കൊടുത്തിട്ട് ഇതുമായിട്ട് ഇവിടെയാണ് നിങ്ങൾ ഫ്യൂസ് കണക്ട് ചെയ്യുന്നതെങ്കിലോ, ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നു, ഫ്യൂസ് ബ്ലോ ആയി. പക്ഷെ ഫ്യൂസ് ബ്ലോ ആയപ്പോഴും നോക്കി ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്ക് കറണ്ട് ഇങ്ങനെ കയറി വന്നോണ്ടിരിക്കുക. ആ കറണ്ടിനെ ബ്ലോക്ക് ആയിട്ടില്ല. കണ്ടോ? ഇതുവഴി ഇങ്ങനെ കറണ്ട് ഇതുവഴി ഇങ്ങോട്ട് കയറിക്കൊണ്ടേ ഇരിക്കുക. ഈ ഫ്യൂസ് ബ്ലോ ആയപ്പോൾ ഈ കറണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത് നിന്നു. പക്ഷെ ഇപ്പോഴും കറണ്ട് ആ അപ്ലയൻസസിലോട്ട് കയറുന്നുണ്ട്. അപ്പൊ അപ്ലയൻസസിലോട്ട് പോയി തൊട്ടാൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഷോക്ക് അടിക്കും. മനസ്സിലായോ? അതാണ് അതിന്റെ കാര്യം. അതുകൊണ്ടാണ് അത് എപ്പോഴും ലൈവ് വയറിൽ കണക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ കറണ്ട് റേറ്റിംഗ് ഓഫ് എ ഫ്യൂസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. കറണ്ട് റേറ്റിംഗ് ഓഫ് എ ഫ്യൂസ്. ഹെഡിങ് എഴുതാം, കറണ്ട് റേറ്റിംഗ് ഓഫ് എ ഫ്യൂസ്. കറണ്ട് റേറ്റിംഗ് ഓഫ് എ ഫ്യൂസിനകത്ത് നമ്മുടെ എന്താണ് ഇലക്ട്രിക് ബൾബിനൊക്കെ ആണെങ്കിൽ ഞാനത് ആവശ്യമുള്ള സാധനം മാത്രം പറയാമേ. അതായത് നമ്മുടെ വീട്ടിലെ ലൈറ്റിനും ഫാനിനും ഒക്കെ നമുക്കൊരു 5 ആംബിയറിന്റെ ഫ്യൂസ് മതിയാവും. അതേപോലെ തന്നെ എന്താണ് ഹയർ കറണ്ട് റേറ്റിംഗ് ഉള്ള ഇതിനൊക്കെ നമ്മൾ തിക്ക് വയർ ഉപയോഗിക്കണം. ഉദാഹരണം എയർ കണ്ടീഷണർ, ഗേസർ, വാഷിംഗ് മെഷീന്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഫ്യൂസ് വയറിന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു 15 ആംബിയർ ആയിരിക്കും. അപ്പോൾ 15 ആംബിയർ കറണ്ട് എന്താണ് കറണ്ട് റേറ്റിംഗ് അതിനുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന വയറുകളെല്ലാം നല്ല തിക്ക് വയർ വേണം യൂസ് ചെയ്യാനായിട്ട്. But the fuse is essential in the power circuit because if somehow the circuit is overloaded, an excessive current flows through the circuit and the live wire of appliances may get damaged. The use of fuse in the circuit will safeguard them from it, and the current rating of the fuse at the distribution box of a ring circuit is 30 ampere, while for a company fuse ഇതിനകത്ത് എഴുതി വെക്കേണ്ടത് നോക്കിക്കോളൂ. ഇതിനകത്ത് എഴുതി വെക്കേണ്ടത് കമ്പനി ഫ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ആദ്യമുള്ള ഫ്യൂസ് നമ്മുടെ ഡിജിറ്റ് മറ്റേ ഇതില്ലേ മീറ്റർ, കിലോവാട്ട് അവർ മീറ്ററിന്റെ താഴെ ഇരിക്കുന്ന വലിയ ഫ്യൂസ്, അതാണ് കമ്പനി ഫ്യൂസ്. കമ്പനി ഫ്യൂസിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 50 ആംബിയർ ആണ്. അതേപോലെ നമ്മുടെ മെയിൻ സ്വിച്ചിനകത്തുള്ള ഇതുണ്ടല്ലോ റിംഗ്സ്, നമ്മുടെ മെയിൻ സ്വിച്ചിനകത്തുള്ള ഫ്യൂസ്, അതിന്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫ്യൂസ് അറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, ഫ്യൂസ് അറ്റ് ദ MCB ഓർത്താലും മതി. ഫ്യൂസ് അറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു 30 ആംബിയർ ആയിരിക്കും. പിന്നെ കറണ്ട് റേറ്റിംഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂടെ എഴുതിക്കോളൂ. കറണ്ട്
റേറ്റിംഗ് ഓഫ് ഫ്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ പവർ ഓഫ് അപ്ലയൻസ് ആ അപ്ലയൻസിന്റെ പവർ ഡിവൈഡഡ് ബൈ അതിന്റെ വോൾട്ടേജ് സപ്ലൈ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫാൻ 120 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നു. അതേ കൂടെ കടത്തിവിടുന്ന വോൾട്ടേജ് 220 ആയിരിക്കുമല്ലോ, ശരിയല്ലേ? 110 വോൾട്ടിൽ ഫാൻ വർക്ക് ചെയ്യുന്നെന്ന് വിചാരിച്ചോ, 110 വാട്ട്സിൽ വർക്ക് ചെയ്യുന്നെന്ന് വിചാരിച്ചോ. അപ്പം 110 ഡിവൈഡ് ബൈ 220 ചെയ്യുമ്പോൾ നമുക്ക് 1/2 കിട്ടും. അപ്പോൾ 1/2 എന്ന് പറയുമ്പോൾ 0.5 ആംബിയർ ഉള്ള ഒരു ഫ്യൂസ് വേണം നിങ്ങൾ ആ ഫാനിന് വേണ്ടി നമ്മുടെ സ്വിച്ച് ബോർഡിനകത്ത് അല്ലെങ്കിൽ ആ സോക്കറ്റിന്റെ അവിടെ അല്ലെങ്കിൽ സ്വിച്ചിനകത്തോ ഒക്കെ യൂസ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു ഫ്യൂസ് ആയിരിക്കും. മനസ്സിലായോ? എത്രയാണ്? 0.5 ആംബിയർ റേറ്റിംഗ് ഉള്ള. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഒരു ഫ്യൂസിന്റെ കറണ്ട് റേറ്റിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഫ്യൂസ് എന്തിനു വേണ്ടിയാണോ ഉപയോഗിച്ചത്, ഏത് അപ്ലയൻസസ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണോ ഉപയോഗിച്ചത്, ആ അപ്ലയൻസസിന്റെ ടോട്ടൽ പവർ ഡിവൈഡഡ് ബൈ ആ അപ്ലയൻസ് വർക്ക് ചെയ്യുന്ന എന്താണ് വോൾട്ടേജുമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി, നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ അവിടെ പവർ റേറ്റിംഗ് മറ്റേ ഒരു ഇലക്ട്രിക് ബൾബിന്റെ ഉണ്ടോ, 60 ആംബിയർ ഇതിനാണെങ്കിൽ അവിടെ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ 5 ആംബിയറാണ്. മനസ്സിലായോ? ടെലിവിഷൻ ആണെങ്കിൽ 120 വാട്ട്സ് ആണ്, 120 വാട്ട്സ് ആണ് അവിടുത്തെ പവർ. അവിടുത്തെ വോൾട്ടേജ് 220 വോൾട്ട് ആണ്. അപ്പോൾ 120 ബൈ എന്താണ് 220 ചെയ്യുമ്പോൾ 0.5 ആംബിയർ ആയിരിക്കും അവിടുത്തെ എന്ത് ചെയ്യേണ്ടത്, അവിടെ കറണ്ട് അതുവഴി കടന്നു പോകുന്നത്. ഓക്കെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമുക്ക് 0.5 ആംബിയർ ആണ് അതുവഴി കടന്നു പോകുന്നതെങ്കിൽ ഒരു 0.5 അല്ലെങ്കിൽ 5 ആംബിയർ റേറ്റിംഗ് ഉള്ള ഒരു ഫ്യൂസ് വരെ നമുക്ക് അവിടെ കണക്ട് ചെയ്യാം. മനസ്സിലായോ? ഇപ്പൊ ഇലക്ട്രിക് ഓവൻ ഒക്കെ ആണെങ്കിൽ അവിടെ ഏകദേശം ഒരു ഈ പറഞ്ഞ പോലെ തന്നെ 13.6 ആംബിയർ കറണ്ട് എന്ത് ചെയ്യും അവിടെ ഇതാകും. കാരണം അവിടുത്തെ പവർ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ 3000 ആണ്, അവിടുത്തെ വോൾട്ടേജ് 220 ആണ്. 3000 ബൈ 220 ചെയ്യുമ്പോൾ നമുക്ക് 13.6 വരും. അപ്പം ആ അപ്ലയൻസസ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫ്യൂസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ട ഫ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു 15 ആംബിയറിന്റെ ആയിരിക്കണം. കാരണം 15 ആംബിയറിന്റെ താഴെയാണ് 13.6 എന്ന് പറയുന്നത്. അപ്പം 15 ആംബിയർ കറണ്ട്, ഒരു ഇച്ചിരി കറണ്ട് കയറി വന്നാലും എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ആ ഫ്യൂസ് അടിച്ചു പോയിട്ട് എന്ത് ചെയ്യും, അതങ്ങ് ബാലൻസ് ആവും. മനസ്സിലായോ? അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും ഒരു കാര്യം കൂടെ, ഒരു ഡോട്ട് എഴുതാം. യൂസ് ഓഫ്, പണ്ട് ഫ്യൂസ് ആയിരുന്നു ഉപയോഗിക്കുന്നത്, പക്ഷെ ഇപ്പൊ അതിന് പകരം MCBs ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണ് അത് MCB കുറച്ചുകൂടെ ഗുണകരം എന്നുള്ളതിന്റെ ഇതാണ് പറയുന്നത്. അപ്പൊ നോക്കിയോ, യൂസ് ഓഫ് MCB ഈസ് മോർ കൺവീനിയന്റ് than a fuse. Because ഒന്ന് എന്ന് പറയുന്നത് ഇറ്റ് അവോയ്ഡ്സ് എപ്പോഴും ഈ പുതിയ ഫ്യൂസ് കണക്ട് ചെയ്യുന്നതിന്റെ ആ ഒരു ഇത് ഒഴിവാക്കും. കാരണം ഇതങ്ങ് ഡ്രിപ്പ് ആയി പോയി കഴിഞ്ഞാൽ കറണ്ട് പോകത്തില്ല. പക്ഷെ മറ്റേ ആകുമ്പം ഈ ഫ്യൂസ് വയർ കത്തിപ്പോയിട്ട് ആ ഫ്യൂസ് വയർ എപ്പോഴും റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം ഇറ്റ് അവോയ്ഡ്സ് ദ ഇൻകൺവീനിയൻസ് ഓഫ് കണക്ടിങ് ന്യൂ ഫ്യൂസ് വയർ. അതേപോലെ തന്നെ രണ്ടാമത്തേത്, ഇറ്റ് ഈസ് മച്ച് സേഫർ ഡ്യൂ ടു ക്വിക്ക് റെസ്പോൺസ്. ഇടിയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ അത് ഡ്രിപ്പ് ആയി പോകും. കണ്ടോ റെസ്പോൺസ്. ഇതാണ് അതിന്റെ കാര്യം. സാറേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മുടെ ഈ ഫ്യൂസ് ബോക്സിൽ എന്താന്ന് വെച്ചാൽ അത് മെൽറ്റ് ചെയ്യുക. സോ അതുകൊണ്ട് ഫ്യൂസ് ബോക്സിൽ മെൽറ്റ് ചെയ്യുക, അപ്പൊ അതിന്റെ യൂസ് അതുകൊണ്ട് അപ്പൊ തന്നെ തീർന്നു. അതേസമയം ട്രിപ്പ് ബോക്സിൽ എന്താന്ന് വെച്ചാൽ അത് ഒരു ബട്ടൺ താന്നുകൂട്ടാ, എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അതെന്താ അങ്ങനെ? അല്ല അതാണല്ലോ നമ്മളിപ്പോ പറഞ്ഞേ. അല്ല അതെന്താ അങ്ങനെ? എങ്ങനെ ലൈക്ക് ട്രിപ്പ് എങ്ങനെ ആകുന്നത്? ട്രിപ്പ് എങ്ങനെ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ കണക്ഷൻ അവിടെ നിന്ന് വലിക്കുമ്പോഴത്തേക്ക് ആ നമ്മുടെ രണ്ട് ടെർമിനൽ തമ്മിൽ ഗ്യാപ്പ് വരും. ട്രിപ്പ് നമ്മൾ സ്വിച്ച് എന്തിനാ യൂസ് ചെയ്യുന്നത്? സ്വിച്ച് നമ്മൾ ഓഫ് ആക്കുന്ന സമയത്ത് അതുവഴി കറണ്ട് കയറി വരുമോ? സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് അപ്ലയൻസിനകത്തുള്ള കറണ്ട് കയറി വരുമോ?
സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ഇല്ല ഇല്ല. അപ്പൊ സ്വിച്ച് എങ്ങനെ പ്രവർത്തിക്കുന്നത്? അതേപോലെയാണ് NCBസും പ്രവർത്തിക്കുന്നത്. ആ ടെർമിനലുമായിട്ട് ഗ്യാപ്പ് വരും. സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു ടെർമിനലും ഈ ഒരു ടെർമിനലും ഈ ഒരു ടെർമിനലും ഉണ്ടെങ്കിൽ ഈ ഡ്രിപ്പ് ആവുന്ന സമയത്ത് ഇത് തമ്മിൽ കണക്ഷൻ ആവും. ഇവിടെ കണക്ഷൻ കാണത്തില്ല, ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും. ഇനി ഓൺ ആക്കുന്ന സമയത്ത് എന്താണെന്നറിയാമോ, ഇത് തമ്മിൽ അങ്ങ് കണക്റ്റഡ് ആവും. അപ്പൊ കറണ്ട് കയറിപ്പോവും. അതിപ്പോ നമ്മൾ അടുത്ത സ്വിച്ച് പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. അതായത് അടുത്തത് പഠിപ്പിക്കാൻ പോകുന്നത് സ്വിച്ച് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കുക, ഓരോ ഫ്യൂസിനും കറണ്ട് റേറ്റിംഗ് ഉണ്ട്. കറണ്ട് റേറ്റിംഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആ ഒരു അപ്ലയൻസ്, ഇപ്പൊ ഓരോ അപ്ലയൻസിനും നമ്മൾ ഫ്യൂസ് കണക്ട് ചെയ്യണം. അത് എത്ര ആംബിയർ ഉള്ള ഫ്യൂസ് കണക്ട് ചെയ്യുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആ അപ്ലയൻസസ് എത്ര പവർ ആണ് ഉപയോഗിക്കുന്നത് ഡിവൈഡ് ബൈ അതിനകത്തൂടെ കടന്നു പോകുന്ന വോൾട്ടേജ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൂടെ കറണ്ട് പോകുന്ന കറണ്ട് കിട്ടും. അപ്പൊ ആ കറണ്ടിനെക്കാട്ടും കുറച്ചുകൂടെ കൂടിയ ആംബിയർ റേറ്റിംഗ് ഉള്ള ഫ്യൂസ് ആണ് ഉപയോഗിക്കാൻ. ഇപ്പം ഒരു 0.5 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 3 ഒക്കെ കറണ്ടാണ് ആ അപ്ലയൻസിനകത്തൂടെ കറണ്ട് പോകുന്നതെങ്കിൽ ഒരു 5 ആംബിയറിന്റെ ഫ്യൂസ് ഉപയോഗിക്കാം. ഇപ്പൊ ഒരു 13.6 കറണ്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൂടെ അപ്ലയൻസസിനകത്തൂടെ കടന്നു പോകുന്നെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഫ്യൂസ് ഒരു 15 ആംബിയറിന്റെ ആയിരിക്കണം. മനസ്സിലായോ? അതാ പറഞ്ഞത്. ഇനി അടുത്തത് നമ്മളിപ്പം ഈ ഫ്യൂസിനേക്കാളും കുറച്ചുകൂടെ നല്ല NCB ആണ്. അതൊന്നും ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂസ് വയർ എപ്പോഴും മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ റീപ്ലേസ് ചെയ്തോണ്ടിരിക്കണം. ഇത് അങ്ങനെ പ്രശ്നമില്ല. ഇത് ടെർമിനൽ തമ്മിൽ കണക്ഷൻ അത് ഡ്രിപ്പ് ആകുമ്പോൾ അത് തമ്മിൽ കണക്ഷൻ ഗ്യാപ്പ് വരും. പിന്നെയും അത് ഓൺ ആക്കുന്ന സമയത്ത് വീണ്ടും അത് തമ്മിൽ കണക്ട് ആവും. വീണ്ടും ഗ്യാപ്പ് വരും, കണക്ട് ആവും. മനസ്സിലായി? അപ്പൊ അത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. മെക്കനൈസ്ഡ് ആയിട്ട് അത് തന്നെ നടക്കുക. ഇവിടെ അത് കുറച്ചുകൂടെ ക്വിക്കർ റെസ്പോൺസ് ആണ്. മറ്റേന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉരുകി കട്ടായി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറെ കറണ്ട് അകത്തോട്ട് കയറും, ചിലപ്പോൾ AC ഒക്കെ അടിച്ചു പോകും. മനസ്സിലായി? ഇത് കുറച്ചുകൂടെ സേഫർ ആണ്. ഇനി നമ്മൾ സ്വിച്ചിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, സ്വിച്ച്. ഒരു സെക്കൻഡേ. ഓക്കെ, നോക്കിക്കോ. സ്വിച്ച് എഴുതിക്കോ, സ്വിച്ച് എന്ന് എഴുതിക്കോളൂ. സ്വിച്ച്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഓൺ ഓഫ് ഡിവൈസ് ആണ്, അല്ലേ? അതായത് ഇറ്റ് ഈസ് ആൻ ഓൺ ഓഫ് ഡിവൈസ് ഫോർ കറണ്ട് in a circuit. സ്വിച്ചും ലൈവ് വയർ വേണം കണക്ട് ചെയ്യാൻ. ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ ലൈവ് വയർ. ഇനി രണ്ട് ടൈപ്പ് സ്വിച്ച് ഉണ്ട്. അതായത് ദേ ആർ ഓഫ് ടു ടൈപ്സ്. രണ്ട് ടൈപ്സ് ഉണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് സിംഗിൾ പോൾ സ്വിച്ച് ആണ്. സിംഗിൾ പോൾ സ്വിച്ച് ആണ്. രണ്ട് എന്ന് പറയുന്നത് ഡബിൾ പോൾ സ്വിച്ച് ആണ്. ഡബിൾ പോൾ സ്വിച്ച്. ഓക്കെ, അതിൽ സിംഗിൾ പോൾ സ്വിച്ച് എന്താന്ന് പറഞ്ഞു തരാം. സിംഗിൾ പോൾ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ?
it is used with an appliance to start or stop the flow of current in it. A single pole switch, disconnect only the live wire of the appliance. അതായത് സിംഗിൾ പോൾ സ്വിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ നോർമൽ സ്വിച്ചുകളെല്ലാം സിംഗിൾ പോൾ സ്വിച്ചാണ്. എന്നാൽ ഡബിൾ പോൾ സ്വിച്ച് എന്താ അറിയോ? നിങ്ങളുടെ സ്റ്റെയർ കേസിന്റെ മുകളിലും താഴെയും, മുകളിൽ നിന്നും താഴെ നിന്നും ഓഫ് ആക്കാൻ പറ്റുന്ന സ്വിച്ച് ആർക്കെങ്കിലും ഉണ്ടോ? ആരുടെയും വീട്ടിലുണ്ടോ? അല്ലെങ്കിൽ റൂമിന്റെ ഒരറ്റത്ത് ഒരു കതകിന്റെ അവിടെ ഉള്ള ഒരു സ്വിച്ചും ബെഡിന്റെ അവിടെ ഉള്ള ഒരു സ്വിച്ചും നമുക്ക് ആ രണ്ട് സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഫാൻ ഓഫ് ആക്കുകയോ ഓൺ ആക്കുകയോ ചെയ്യാം. അങ്ങനെയുള്ള സ്വിച്ച് ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? അഭിനവ് ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് വീട് 2 നിലയാണോ അഭിനവിന്റെ? ആണ്. അതിൽ ആ സ്റ്റെയറിന്റെ താഴെയുള്ള സ്വിച്ച് ഓൺ അപ്പോൾ നമ്മളിപ്പോ താഴെ ഒരു ലൈറ്റ്, സ്റ്റെയറിന്റെ ലൈറ്റിന്റെ സ്വിച്ച് താഴെയാണ്, അത് ഓൺ ആക്കിയപ്പോൾ ലൈറ്റ് ഓൺ ആയി. ഓക്കെ, എന്നിട്ട് സ്റ്റെയറിന്റെ മുകളിൽ കയറിയപ്പോൾ മുകളിൽ ഒരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് വെച്ചിട്ടും ആ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്വിച്ച് ഉണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്വിച്ചിനെയാണ് ഡബിൾ പോൾ സ്വിച്ച് എന്ന് പറയുന്നത്. അത് ഇതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇപ്പൊ എൻ്റെ വീട്ടിൽ ഒരു സ്വിച്ച് ഉണ്ട്. എങ്ങനെയാണെന്ന് അറിയാം? എൻ്റെ വീട്ടിലെ ഈ സ്റ്റെയർ കേസിന്റെ അവിടെ, എൻ്റെ വീട്ടില് ബെഡിന്റെ അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് എൻ്റെ ബെഡാന്ന് വിചാരിക്കുക, ഇതില് ഞാൻ ഇങ്ങനെ കിടക്കുകയെന്ന് വിചാരിക്കുക. ഇവിടെ ആയിട്ടൊരു സ്വിച്ച് ബോർഡ് ഉണ്ട്. ഇത് ലൈറ്റിന്റെ ഉണ്ട്, ഫാനിന്റെ ഉണ്ട്. ഓക്കെ, അതേപോലെ ഇവിടെ കതകാണ്. ഈ കതകിന്റെ ഈ സൈഡിലും എന്തുണ്ട്? എനിക്ക് 2 സ്വിച്ച് ഉണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യാന്നറിയാം? ഞാനിവിടെ ഫാൻ ഓൺ ആക്കി. ഇവിടെ ഞാൻ ഫാൻ ഓൺ ആക്കി. ഞാനിവിടെ കിടക്കുകയാണ്, ഫാൻ ഓൺ ആക്കി. അപ്പൊ ഫാൻ ഓൺ ആക്കി ഇട്ടിരിക്കുവാണ്. പക്ഷെ ഞാൻ രാവിലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇച്ചിരി താമസിച്ചാണ് എണീറ്റത്. അപ്പൊ പെട്ടെന്ന് കുളിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഫാൻ ഓഫ് ആക്കാൻ മറന്നുപോയി. പിന്നെയും പെട്ടെന്ന് ഫാനിന്റെ ശബ്ദം കേട്ടപ്പോഴത്തേക്കും എനിക്ക് വേണ്ടി ഈ കതകിന് വെളിയിൽ ഇറങ്ങിപ്പോയി. പിന്നെ ഈ കതകിനകത്തൂടെ കയറി വന്ന് ഈ കട്ടിലിന്റെ മണ്ടയിൽ കൂടെ കയറി വന്ന് ഇവിടെ വന്ന് ഓഫ് ആക്കുന്നതിന് പകരം ഇവിടെ ഇപ്പോൾ ഓണായി കിടക്കുവാണ്. ഈ സ്വിച്ച് അങ്ങ് ഓഫ് ആക്കിയാലും ഇവിടത്തെ എന്റെ ഫാൻ എന്ത് ചെയ്യും? ഫാൻ ഓഫ് ആയി പോകും. അങ്ങനെ സ്വിച്ച് ഉണ്ടോ ആരുടെയും വീട്ടില്? ഉണ്ടോ ദിവ്യ? ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സ്വിച്ചിനെയാണ് നമ്മൾ ഡബിൾ പോൾ സ്വിച്ച് എന്ന് പറയുന്നത്. നമുക്ക് 2 സ്വിച്ചിലൂടെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിന്റെ ഓൺ ഓഫ് പൊസിഷൻ. അപ്പം ഡബിൾ പോൾ സ്വിച്ച് എന്ന് എഴുതിക്കോളൂ. ഡബിൾ പോൾ സ്വിച്ച് എന്ന് എഴുതിക്കോളൂ. ശരിക്കും പറഞ്ഞാൽ ഈ എന്താണ് ഡബിൾ പോൾ സ്വിച്ച് എന്നല്ല കേട്ടോ, ഡ്യുവൽ കൺട്രോൾ സ്വിച്ച് എന്നാണ് പറയുന്നത്. ഡബിൾ പോൾ സ്വിച്ച് എനിക്ക് അതായത് ഡബിൾ പോൾ സ്വിച്ച് എന്ന് പറയുമ്പോൾ മെയിൻ സ്വിച്ചിനെയാണ് ഡബിൾ പോൾ സ്വിച്ച് എന്ന് പറയുന്നത്. അത് നമുക്ക് എഴുതാം, നോക്കിയോ. ദ മെയിൻ സ്വിച്ച് at the distribution box used to switch on or off of the main is the double pole switch. ഞാൻ നേരത്തെ ഇപ്പൊ കട്ടിലിന്റെ കാര്യമൊക്കെ പറഞ്ഞത് ഡ്യുവൽ കൺട്രോൾ സ്വിച്ച് ആണ്, അത് ഡബിൾ പോൾ സ്വിച്ച് അല്ല. പക്ഷെ ഡബിൾ പോൾ സ്വിച്ചിന്റെ പ്രവർത്തനം പോലെ തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്. ഞാനിപ്പം ഈ ഡബിൾ പോൾ സ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ സ്വിച്ച് ഇല്ലേ, അതിനെയാണ് നമ്മുടെ ഡബിൾ പോൾ സ്വിച്ച് എന്ന് പറയുന്നത്. അതൊന്ന് തിരുത്തിക്കോണം. ഞാൻ ഡ്യുവൽ കൺട്രോൾ സ്വിച്ചിനെ പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. അതവിടെ കിടക്കട്ടെ. അത് ഈ ഡബിൾ പോൾ സ്വിച്ചിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് ഈ ഡ്യുവൽ കൺട്രോൾ സ്വിച്ച്. ഈ കട്ടിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്, അതിനെ ഡ്യുവൽ കൺട്രോൾ സ്വിച്ച് എന്നാണ് പറയുന്നത്, ഡബിൾ പോൾ സ്വിച്ച് അല്ല. പക്ഷേ ഈ ഡബിൾ പോൾ സ്വിച്ചിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് ഡ്യുവൽ കൺട്രോൾ സ്വിച്ച് എന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് റീതിങ്ക് ചെയ്യണേ. ഡബിൾ പോൾ സ്വിച്ച്.
ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എ ഡബിൾ പോൾ സ്വിച്ച് disconnect both the live and neutral wire simultaneously. അതായത് നമ്മളിത് മെയിൻ സ്വിച്ചിൽ ഈ ലൈവ് വയറും ന്യൂട്രൽ വയറും കൂടെ കയറ്റി വിട്ടിരിക്കുന്നത്, രണ്ടും അവിടെ കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ അത് ഓഫ് ആക്കുവാണെങ്കിൽ മൊത്തം ലൈവിനകത്തൂടെ ഉള്ള കണക്ഷനും ന്യൂട്രൽ വയറിനകത്തൂടെ ഉള്ള ഇതും എന്ത് ചെയ്യും, നിൽക്കും. ഓക്കെ ആണല്ലോ എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനിയും ഇതിന് താഴോട്ട് ഒരു കാര്യം കൂടെ എഴുതുക. ദ ഡ്യുവൽ കൺട്രോൾ സ്വിച്ച് used in a staircase bedroom is also a double pole switch of special kind. അതിനെ എങ്ങനെയാ പറയുന്നത്, പക്ഷെ സ്പെഷ്യൽ കൈൻഡ്. ഓക്കെ, ഇനിയും നമ്മൾ ലൈവ് വയറുമായിട്ടാണ് എപ്പോഴും, ലൈവ് വയറിലാണ് സ്വിച്ച് എപ്പോഴും കണക്ട് ചെയ്യുന്നത്. അതിന്റെ റീസൺ പറയാം. നമ്മൾ ന്യൂട്രൽ വയറിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ സ്വിച്ച് ഓഫ് ആണെങ്കിലും നമ്മുടെ ലൈവ് വയറിനകത്തൂടെ ആ അപ്ലയൻസസിനകത്തോട്ട് കറണ്ട് കയറി വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ആ അപ്ലയൻസസിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, നമ്മൾ അപ്ലയൻസസിന്റെ എല്ലാം തുറന്നിട്ട് നമ്മളത് ശരിയാക്കുവാണെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാൻ ഉറപ്പായിട്ടും സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പം ഒരു സാധ്യത വളരെ കൂടുതലാണ്, 90% മുകളിൽ സാധ്യതയാണ് നമുക്ക് ഷോക്ക് അടിക്കാനായിട്ട്. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് പറയുന്നത് തന്നെ ഇങ്ങനെയാണ്, എഴുതിക്കോ. റീസൺ ഫോർ connecting the switch in the live wire. If a switch is connected to neutral wire, it is not safe to carry out any repair in the appliance because on touching the live wire terminal of the appliance, the current will pass through the body of person and he may get a fatal shock. Fatal shock. ഒരു ഉദാഹരണം പറയാം. ഇത് ലൈവ് വയർ ആണേ. ഈ ലൈവ് വയർ തന്നെ ഇങ്ങനെ വരുവാണ്. ഇവിടെ ഒരു ബൾബ് ഉണ്ട്. ഓക്കെ,
ബൾബിന്റെ ടെർമിനൽസ് ആണ് ദണ്ട് ഇത് രണ്ടെണ്ണം. ഈ ബൾബ് ഇങ്ങനെ വന്നു, ഇത് നേരെ എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ ന്യൂട്രൽ വയർ വഴി ഇത് പുറത്തേക്ക് പോവാണ്. കണ്ടോ, ന്യൂട്രൽ വയർ. ഈ ന്യൂട്രൽ വയറിലാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഞാനൊരു സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ സ്വിച്ച് ഞാൻ ഓഫ് ആണ്, സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, സ്വിച്ച് വേണ്ട ഇങ്ങനെയാണ്, സ്വിച്ച് ഓഫ്. കണ്ടോ, സ്വിച്ച് ഇപ്പോൾ ഓഫ് ആണ്, ഇങ്ങനെ വെച്ചിരിക്കും. കണ്ടോ, ഇത് തമ്മിൽ കണക്ഷൻ ഇല്ല. പക്ഷേ ഇതുവഴി കറണ്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്, പക്ഷെ ഈ ബൾബ് കത്തുന്നില്ല. കാരണം എന്താ, സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല. ഇതിങ്ങനെ വന്ന് കണ്ടോ, കറണ്ട് ഇവിടം വരെ വന്ന് നിൽക്കുക. കംപ്ലീറ്റ് ആയാൽ മാത്രമേ എന്തുള്ളൂ, ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും സർക്യൂട്ട് കംപ്ലീറ്റ് ആയാലല്ലേ ഈ ബൾബ് കത്തത്തുള്ളൂ. ഈ ബൾബ് കത്തുന്നില്ല, കാരണം സ്വിച്ച് ഓഫാണ്. നേരെ മറിച്ച് ഇത് കണക്ട് ചെയ്താലോ, ഇതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൾബ് കത്തും. നമ്മുടെ ചോദ്യം എന്താ, നമ്മൾ ഈ ലൈവിൽ കണക്ട് ചെയ്യാതെ ന്യൂട്രൽ വയറിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ, ദണ്ട് ഈ അപ്ലയൻസ് കണ്ടോ, കറണ്ട് ഇതുവഴി തന്നെ ഇങ്ങനെ വന്നിട്ട് ദണ്ട് ഇവിടം വരെ വരുന്നുണ്ട്. നമ്മൾ ഈ ബൾബ് അഴിക്കാൻ വേണ്ടി എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ കൈ ഈ ടെർമിനലെ കൊണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആയി കിടക്കുക, എന്നാലും നമുക്ക് ഷോക്ക് അടിച്ച് നമ്മുടെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ന്യൂട്രൽ വയറിലല്ല നമ്മൾ എന്ത് കണക്ട് ചെയ്യേണ്ടത്, സ്വിച്ച് കണക്ട് ചെയ്യേണ്ടത്. നേരെ മറിച്ച് എവിടെ കണക്ട് ചെയ്യണം, ഇവിടെ കണക്ട് ചെയ്യാതെ, ഇവിടെ കണക്ട് ചെയ്യാതെ, എവിടെ കണക്ട് ചെയ്യണം, ഇവിടെ കണക്ട് ചെയ്യാതെ വേണ്ട ഇവിടെ കണക്ട് ചെയ്യണമായിരുന്നു. അപ്പൊ ഇപ്പൊ സ്വിച്ച് വേണ്ട, ഇപ്പൊ ഇവിടെ എന്താണ്, ഇപ്പൊ ഇവിടെ സ്വിച്ച് ഓഫാ. സ്വിച്ച് ഓഫ് ആണെങ്കിൽ എന്താ, ഇതുവഴി കറണ്ട് കയറി വന്ന് വേണ്ട ഇവിടം വരെ അങ്ങ് നിൽക്കത്തേ ഉള്ളൂ. ഇവിടെ ഒന്നും കണ്ടോ, ഇത് കണക്ട് ആവുന്നില്ല. മനസ്സിലായോ? ഓഫ്. ഇനി ഓൺ ആക്കുവാണെങ്കിൽ കണ്ടോ, ഇതുവഴി ഇങ്ങനെ കറണ്ട് കയറി ഇങ്ങനെ വന്ന് കണ്ടോ, സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് കത്തും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനിയും സേഫ്റ്റി പ്രിക്കോഷൻ വൈൽ യൂസിങ് എ സ്വിച്ച് എന്ന് പറയുമ്പോൾ ഡോണ്ട് ടച്ച് ദ സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്. അതെന്താണെന്നറിയോ, നമ്മൾ ഈ വെറ്റ് ഹാൻഡ് കൊണ്ട് തൊടുമ്പോൾ ഈ സ്വിച്ചിന്റെ അകത്തെ സ്വിച്ചിന്റെ ഇടക്കത്തെ ഗ്യാപ്പിൽ കൂടെ വെള്ളം അകത്തോട്ട് കയറുകയും അത് ലൈവ് വയറുമായിട്ട് ആ വെള്ളം കോണ്ടാക്ട് വരികയും അത് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും. മനസ്സിലായോ? അപ്പൊ അത് ഞാൻ എഴുതുന്നില്ല, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഉള്ളതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അത് ഓൾറെഡി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്വിച്ച് ഷുഡ് നെവർ ബി ടച്ച്ഡ് വിത്ത് വെറ്റ് ഹാൻഡ്. ഇഫ് വാട്ടർ റീച്ചസ് ദ ലൈവ് വയർ ഇറ്റ് ഫോംസ് എ കണ്ടക്ടിംഗ് ലെയർ ബിറ്റ്വീൻ ദ ഹാൻഡ് ആൻഡ് ദ ലൈവ് വയർ ഓഫ് ദ സ്വിച്ച് ഡ്യൂ ടു വിച്ച് എ കറണ്ട് പാസ് ത്രൂ ദ ഹാൻഡ് ത്രൂ ഇറ്റ് ആൻഡ് ദ പേഴ്സൺ മേ ഗെറ്റ് ഫേറ്റൽ ഷോക്ക്. അതാണ് അതിന്റെ ഇത്. ഞാൻ എഴുതുന്നില്ല, അത് നിങ്ങൾ ടെക്സ്റ്റിനകത്തുണ്ട്, അത് എഴുതുക. ഇനി അതേപോലെ തന്നെ നമ്മൾ മറ്റേ ഡ്യുവൽ കൺട്രോൾ സ്വിച്ചിന്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. നോക്കിക്കോളൂ, ഡ്യുവൽ കൺട്രോൾ സ്വിച്ച്, ഡ്യുവൽ കൺട്രോൾ സ്വിച്ച്. ഈ ചാപ്റ്റർ തീർക്കുവാണേ. അപ്പം ഡ്യുവൽ കൺട്രോൾ സ്വിച്ച്, ഡ്യുവൽ കൺട്രോൾ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഞാൻ 3 പടം വരച്ച് കാണിക്കാമേ. അതാണ് സ്റ്റെയർകേസ് വയറിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത്. വേണ്ട, ഒരു സ്വിച്ച് വേണ്ട ഇവിടെയാണ്, ഒരു സ്വിച്ച് വേണ്ട ഇവിടെ, ഒരു സ്വിച്ച് വേണ്ട ഇവിടെ. ഇവിടെ 3 ടെർമിനലുണ്ട്, 1 2 3. ഇവിടെയും 3 ടെർമിനൽ, 1 2 3. ഇടേ എടുത്ത് വായിക്കടേ, 3. എന്നിട്ട് നമ്മൾ വേണ്ട ഇവിടെ ഒരു ന്യൂട്രൽ വയറാണ്, ഇവിടെ ഒരു ലൈവ് വയറാണ്. ഈ ന്യൂട്രൽ വയറിൽ നിന്ന് ഒരു കണക്ഷൻ തന്നെ ഇങ്ങോട്ട് എടുത്തു, ഈ ടെർമിനലെ കണക്ട് ചെയ്തു, സ്വിച്ചിന്റെ ഈ ടെർമിനലെ കണക്ട് ചെയ്തു. അതേപോലെ ലൈവ് വയറിൽ നിന്ന് ഒരു ഫ്യൂസിന്റെ സഹായത്തോടു കൂടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാൻ വേണ്ട ഇവിടെ വേണ്ട ഇതേലോട്ട് കൊണ്ട് കണക്ട് ചെയ്ത് നോക്കും, ഇതിലോട്ട് കൊണ്ട് കണക്ട് ചെയ്തു, ഇവിടെ കൊണ്ട് കണക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് വേണ്ട ഇത് ഇവിടെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഇതിങ്ങനെ നിർത്തിയിരിക്കുക, ഇതേ കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്ന കണക്ഷൻ നോക്കിയോ, ഇങ്ങനെ പോയിട്ട് നമുക്ക് ഇവിടെ ഒരു ബൾബ് ഉണ്ട്, ഈ ബൾബിലോട്ട് കണക്ട് ചെയ്തിട്ട് നേരെ തന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ അല്ല വരുന്നത്, ഇങ്ങനെ വന്ന് ഈ ബൾബേ കൂടെ കണക്ഷൻ വന്നിട്ട് ഇത് നേരെ ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ ഇവിടെ വന്നിരിക്കും. ഓക്കെ, ഇപ്പം ഈ ബൾബ് കത്തുമോ ഇല്ലയോ നോക്കിയേ. ലൈവ് വയറും ഈ ബൾബുമായിട്ട് കോണ്ടാക്ട് ഇല്ല. നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇവിടെ ലൈവ് വയർ ഇങ്ങനെ കണക്ഷൻ വന്ന് ഇതുവഴി ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്നിട്ട് കണ്ടോ, ഈ ലൈവ് കണക്ഷൻ ഇവിടം വരെ വന്ന് നിൽക്കുക. അപ്പം ഇത് ബൾബ് കത്തത്തില്ല. അപ്പം ഈ ഒരു പടം വരച്ചു കഴിഞ്ഞാൽ ഇതെന്താ, ഇത് ബൾബ് ഓഫ് ആണ്, ബൾബ് ഓഫ് ആണ്. എന്നാൽ അടുത്തൊരു പടം നോക്കിയേ, അടുത്തൊരു പടത്തിനകത്ത് ഈ സെയിം സാധനം തന്നെ 1 2 3 ടെർമിനല്, ഇവിടെയും 1 2 3 ടെർമിനല്. ഓക്കെ, പടം അതേപോലെ തന്നെ വരയ്ക്കുകയാണ്. ഒരു ന്യൂട്രൽ കണക്ഷൻ ഇങ്ങനെ വരുന്നു, ഇത് നേരെ ബൾബിലോട്ട് കണക്ട് ചെയ്യുന്നു, എന്നിട്ട് നേരെ ഇതിങ്ങനെ വരുന്നു,
എന്നിട്ട് നേരെ ഇവിടെ കണക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ വരുന്നു, എന്നിട്ട് ഇവിടെ വരുന്നു, കണ്ടോ, എന്നിട്ട് തന്നെ ഇങ്ങനെ, സോറി ഇത് ഓക്കെ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് നേരെ വന്ന് ദണ്ട് ഇവിടെ വന്ന് കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയും നോക്കിക്കോളൂ. അല്ലെ, രണ്ടാമത്തെ പടത്തിനകത്ത് കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. ഒരു സെക്കൻഡ്, 3 ടെർമിനല് ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. എന്നിട്ട് ഇത് നേരെ ദണ്ട് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇത് ദണ്ട് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിങ്ങനെ പോയിട്ട് ഇതേലാണ് ലൈവ് വയർ, ഇത് ഫ്യൂസ്, ഇത് ലൈവ് വയർ. ഓക്കെ, അതേപോലെ തന്നെ നോക്കിയോ, ഇത് തമ്മിൽ ദണ്ട് ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ നിന്ന് ഒരു ന്യൂട്രൽ വയർ വന്നിട്ട് ദണ്ട് ഇങ്ങനെ വന്ന് ദണ്ട് ഇങ്ങനെ നോക്കിയോ, ഇവിടെ ഒരു ബൾബ് ഉണ്ട്. ഈ ബൾബ് കത്തുമോ ഇല്ലയോ? ഈ ബൾബ്, ഇത് സ്വിച്ച് S1 ഉം ഇത് സ്വിച്ച് S2 ആണ്. അതേപോലെ ഇത് സ്വിച്ച് S1 ഉം ഇത് സ്വിച്ച് S2 ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ലൈവ് വയർ ഈ ബൾബുമായിട്ട് കണക്റ്റഡ് ആണ്. അത് കംപ്ലീറ്റ് ആവുന്നുണ്ട് സർക്യൂട്ട്. നോക്കിയോ, ഇതുവഴി ഇങ്ങനെ വന്ന് കറണ്ട് കണ്ടോ, ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. അതുവഴി വന്നിട്ട് ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. അതുവഴി വന്നിട്ട് കണ്ടോ, ഈ ബൾബിനകത്തൂടെ ആ കറണ്ട് കയറി കണ്ടോ, ന്യൂട്രൽ വയറിനകത്തൂടെ പുറത്തോട്ട് പോയിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്താ, ഈ കണ്ടീഷനിൽ ബൾബ് എന്താണ്, ബൾബ് ഓൺ ആണ്. അതേപോലെ മൂന്നാമത്തെ കണ്ടീഷനിൽ ബൾബ്, ഇത് S1ലൂടെയാണ് ഓൺ കേട്ടോ, S1ലൂടെയാണ് ഇത് ഓൺ ആയി കിടക്കുന്നത്. ത്രൂ എന്താ, ത്രൂ S1ലൂടെയാണ് ഇത് കിടക്കുന്നത്. അപ്പൊ അടുത്ത സ്വിച്ച് ഇവിടെ സ്വിച്ച് S1 S2, ഇവിടെ 1 2 3, ഇവിടെയും 1 2 3. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ എന്താണ് കണക്ഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്, ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെ ഇത് നേരെ വന്നിട്ട് ലൈവ് ഒരു ഇത് വെച്ചിട്ട് ലൈവ് വയറിലോട്ട്. ഇനി ഇവിടെ ഒന്ന് ന്യൂട്രൽ കണക്ഷൻ വന്നിട്ട് ഇവിടെ വരുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ ഇത് സ്വിച്ച് S1, ഇത് സ്വിച്ച് S2. എന്തുവാ ചോദിക്കേണ്ടത്? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയോ, അപ്പൊ ഇവിടെ ഇത് നോക്കിയേ, ഇവിടെ ഒരു ബൾബ് ഉണ്ട്. ഇതും എന്ത് തന്നെയാ, ഇത് ബൾബ് കണക്റ്റഡാ. കാരണം എന്താ, ബൾബ് ഓൺ ആണ്. കാരണം എന്താ, നോക്കിയേ, ഏതാ വേണ്ട, ഇത് നിങ്ങൾ പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട് ഇതിന്റെ കണ്ടീഷൻ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. പടം തന്നിട്ട് ഇത് ഏത് സ്വിച്ച് വഴി ഓൺ ആയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചാണ് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് നോക്കി വരയ്ക്കാം. ഓക്കെ, ഇത് എങ്ങനെയാ ഓൺ ആയിരിക്കുന്നത് നോക്കിയേ. ഇവിടെ ഒന്ന് വരയ്ക്കണമെങ്കിൽ വരച്ചോ, വരയ്ക്കണ്ടേ വരയ്ക്കും. ടെക്സ്റ്റിനകത്ത് നോക്കി വരച്ചാൽ മതി. നോക്കിയോ, ഇതുവഴി ഇങ്ങനെ കറണ്ട് ഇങ്ങനെ കയറി വന്ന് വേണ്ട ഈ ടെർമിനൽ വഴി ഈ ടെർമിനലിലേക്ക് കയറി, ഈ ടെർമിനൽ വഴി തന്നെ ഇതുവഴി വന്ന് കണ്ടോ, ഈ ബൾബിനെ ഓൺ ആക്കി. കണ്ടോ, സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴും ഇതെന്താ, ഈ ബൾബ് ഓൺ ആണ്. പക്ഷെ ഇവിടെ S2 ആണ് ഇത് ഓൺ ആക്കാൻ കാരണം ഇവർ തമ്മിലാണ് കണക്ഷൻ. ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസിന്റെ താഴെയുള്ള സ്വിച്ച്, ഇത് സ്റ്റെയർ കേസിന്റെ മുകളിലുള്ള സ്വിച്ച്. മുകളിലുള്ള സ്വിച്ചും താഴെയുള്ള സ്വിച്ചും വെച്ച് കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നോക്കിയേ, ഇത് നോക്കിയേ, ഇതിപ്പം ഏറ്റവും മുകളില് എന്താ, ഇത് ഓഫ് കണ്ടീഷനിലാണ്. ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ കണക്ട് ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കിയേ. ഇവിടെ കണക്ട് ആക്കി കഴിഞ്ഞാൽ ഈ ലൈവ് വയർ ഇതുവഴി വന്നിട്ട് കണ്ടോ ഇങ്ങനെ പോവുമല്ലോ. ഓക്കെ, അപ്പൊ അത് കത്തുമല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ താഴെയാണ് നിൽക്കുന്നത്. ഇത് സ്റ്റെയർ കേസിന്റെ മുകളിലായിരുന്നു, താഴെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇത് കണക്ഷൻ ഇല്ല. ഞാൻ ആ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നോക്കിയേ, ഈ ലൈവ് വയറിന് വന്നിട്ട് ഇതുവഴി വന്നിട്ട് കണ്ടോ, ഇതുവഴി പോയിട്ട് കണ്ടോ, ഈ ബൾബ് ഓൺ ആക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെയാണ് അവിടെ എന്ത് നടക്കുന്നത്, നമ്മുടെ എന്താ കണ്ടീഷൻസ്. അതായത് എങ്ങനെയാണ് രണ്ട് സ്ഥലത്തു നിന്ന് നമുക്ക് എന്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ലൈറ്റിനെ ഫാനിനെ ഒക്കെ രണ്ട് സ്ഥലത്തു നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ 3 പടങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പടം തന്നിട്ട് ഏത് സ്വിച്ച് വഴിയാണ് അത് ഓൺ ആക്കാൻ കാരണം എന്ന് ചോദിക്കും. ഇപ്പൊ ഈ പടം ഈ സ്വിച്ച് വഴിയാണ് ബൾബ് ഓൺ ആക്കാൻ കാരണക്കാരനായിരിക്കുന്നത്. ഈ പടത്തിൽ ഈ സ്വിച്ച് ആണ് ബൾബ് ഓൺ ആകാനുള്ള കാരണക്കാരനായിരിക്കുന്നത്. ഈ സ്വിച്ചിനകത്ത് ഇപ്പം കണക്ഷൻ ടെർമിനൽ തമ്മിൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോ ബൾബ് ഓഫ് കണ്ടീഷനിലാണ്. ഓക്കെ ആണല്ലോ. ഇനിയും നമ്മൾ ഇതിനകത്ത് ഇത് നിങ്ങളൊന്ന് ടെക്സ്റ്റ് നോക്കി വരച്ചാൽ മതിയേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിനകത്ത് എർത്തിങ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. എർത്തിങ് സ്കൂളിൽ പഠിപ്പിച്ചോ നമ്മുടെ ദിവ്യ? പഠിപ്പിച്ചു. ഓക്കെ,
അപ്പം എർത്തിങ്ങിനകത്ത് എന്താണെന്നറിയോ, നമ്മുടെ വീടിന്റെ kWh മീറ്റർ ഡിജിറ്റൽ മീറ്ററിന്റെ താഴെ കൂടെ ഒരു സിൽവർ ഉപയോഗിക്കണമെന്നാണ് നമ്മൾ ഒരു കട്ടിയുള്ള ഒരു സിൽവറിന്റെ ഇത് നമ്മുടെ വീടിന്റെ താഴെ കണ്ട, ഇത് വീടിന്റെ ഫ്ലോർ ആണ്, വീടിന്റെ വെളിവശമാണ്. അവിടെ നമ്മൾ ഇങ്ങനെ ഒരു കുഴി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയാമോ, നമ്മൾ ഒരു തിക്ക് കോപ്പർ വയർ അങ്ങോട്ട് കുത്തി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ നിന്ന് ഒരു മറ്റേ വയറുണ്ടല്ലോ, ആ വയർ തന്നെ ഇതിനടിയിലോട്ട് പോയിട്ട് താഴെ ഒരു തിക്ക് കോപ്പർ പ്ലേറ്റും ഉണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഫുൾ എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ കൽക്കരിയും ഉപ്പും നിറയ്ക്കും. അല്ലെങ്കിൽ ഇപ്പം എർത്തിങ് കോമ്പൗണ്ട് കിട്ടും. ആ എർത്തിങ് കോമ്പൗണ്ട് മേടിച്ചിട്ട് അത് നിറച്ചാലും മതി ആ കുഴിക്കകത്ത്. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, എക്സ്ട്രാ ആയിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ വയർ അപ്ലയൻസസിനകത്തെ വയറൊക്കെ ഷോർട്ട് ആണെങ്കിൽ ആ അപ്ലയൻസിൽ തൊടുമ്പോൾ ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി എക്സ്ട്രാ ഉള്ള കറണ്ട് എന്ത് ചെയ്യും, ഭൂമിക്കടിയിലോട്ട് എർത്ത് ചെയ്ത് പോകാൻ വേണ്ടിയാണ് നമ്മൾ ആ എർത്തിങ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എർത്തിങ്ങിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാനതൊന്ന് വായിക്കാം, അത് ടെക്സ്റ്റിൽ നിന്ന് പഠിച്ചാൽ മതി, അത് തന്നെ ഞാൻ ഇവിടെ എഴുതി വെക്കാനും പോകുന്നത്. അതായത് എർത്തിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ kWh താഴോട്ട് ഒരു 3 മീറ്റർ ഡീപ്പിൽ എന്ത് ചെയ്യും, ഒരു കുഴി എടുക്കും. എന്നിട്ട് ഒരു കോപ്പർ റോഡ് നമ്മൾ കുത്തിവെക്കും. ആ കോപ്പർ റോഡിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മൾ ആ kWh അവിടെ നിന്ന് നമ്മളെ ലൈവ് കണക്ഷനിൽ നിന്ന് ഒരു കണക്ഷൻ താഴോട്ട് എടുക്കും. ആ കുഴിക്കകത്ത് നമ്മൾ ചാർക്കോളിന്റെയും സോൾട്ടിന്റെയും മിക്സ്ചർ ആഡ് ചെയ്യും. ഓക്കെ, അതിന്റെ കുഴിയുടെ ഒരു ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം കോപ്പർ പ്ലേറ്റിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 50 സെന്റിമീറ്റർ ഇൻറ്റു 50 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ നീളവും 50 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു കോപ്പർ പ്ലേറ്റിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ kWh നിന്ന് ഒരു വയർ കൊണ്ട് കണക്ട് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മൾ ആ കുഴിക്കകത്ത് എന്ത് ചെയ്യുന്നത്, മറ്റേ ചാർക്കോളിനകത്തും സോൾട്ടിനകത്തും മുക്കി വെക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ, അതായത് ഷോർട്ട് സർക്യൂട്ടിങ് ഒക്കെ കൊണ്ട്, ഷോർട്ട് സർക്യൂട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ലൈവ് വയറും ന്യൂട്രൽ വയറും തമ്മിൽ കോണ്ടാക്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് തീ കത്തും. അങ്ങനെ വരുമ്പോൾ എക്സസ് കറണ്ട് ഫ്ലോ ചെയ്യുകയും ആ എക്സസ് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ആ അപ്ലയൻസസിനകത്തൂടെ എക്സസ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ എക്സസ് കറണ്ടിനെ എന്ത് ചെയ്യും, നമുക്കറിയാലോ സ്വിച്ചിന് 3 കുഴികളുണ്ട്, സോക്കറ്റിന് ഒരെണ്ണം വലിയ കുഴിയാണ്. അപ്പൊ ആ കുഴിയാണ് നമ്മുടെ ഇതിപ്പോ ടി വി ആണെങ്കിൽ ടി വിക്കകത്ത് എക്സസ് കറണ്ട് കയറി പോയി കഴിഞ്ഞാൽ അത് വയർ വഴി ഇതിന്റെ എർത്ത് കണക്ഷനകത്തൂടെ കയറി അത് നമ്മുടെ എർത്തിനായിട്ടൊരു വയർ ഇട്ടിട്ടുണ്ട്, അത് നേരെ വന്ന് 2 kWh മീറ്ററിൽ വന്നിട്ട് അവിടെ എന്ത് ചെയ്യും, അതുവഴി ഈ ഭൂമിക്ക് അടിയിലോട്ട് പോകും. അതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഷോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അപ്ലയൻസസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഗുണം. ഇനിയും അതിനകത്ത് ഒരു എല്ലാ അപ്ലയൻസസിനും എർത്തിങ് ഉണ്ട് കേട്ടോ, എല്ലാ അപ്ലയൻസസിനും എർത്തിങ് ഉണ്ട്. ആ എർത്തിങ് ഇല്ലാത്ത അപ്ലയൻസ് ഇല്ല. കാരണം എർത്തിങ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ലൈവ് വയറും ന്യൂട്രൽ വയറും കോൺടാക്റ്റിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കാലാധിക്യം മൂലം ചിലപ്പോൾ ഇതൊക്കെ ഉരുകി പോകുന്ന സമയത്ത് തമ്മിൽ കോൺടാക്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ആ അപ്ലയൻസസ് തൊടുമ്പോൾ അപ്പൊ തന്നെ ഷോക്ക് അടിക്കും. നിങ്ങൾ ഫ്രിഡ്ജൊക്കെ തുറക്കാൻ വേണ്ടി ഫ്രിഡ്ജ് അങ്ങോട്ട് തുറക്കുമ്പോൾ നിങ്ങൾ ഷോക്ക് അടിച്ചതേ പറ്റിയിരിക്കും. മനസ്സിലായോ? അപ്പം ആ എർത്തിങ്ങിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ തന്നെ ഇങ്ങനെയാണ്, ഭൂമിക്ക് അടിയിലോട്ട് എർത്തിങ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പൽ ഇതാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 2 കാര്യം കൂടെ പറയാനുള്ളൂ. ആ 2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അതായത് 3 പിൻ പ്ലഗും അതേപോലെ തന്നെ സോക്കറ്റും ഉണ്ട്. എപ്പോഴും ആലോചിക്കണം, സോക്കറ്റിനെ പറ്റി ആദ്യം പഠിക്കുക. സോക്കറ്റിന് ഒരു വലിയ കുഴിയും 2 ചെറിയ കുഴിയും ഉണ്ട്. ആ വലിയ കുഴി എർത്ത് വയറിന്റെ കണക്ഷനെയാണ്, ടെർമിനലാണ്, എർത്ത് വയറിന്റെ ടെർമിനലാണ്. ഇടത് സൈഡിലെ കുഴി ന്യൂട്രൽ വയറും വലത് സൈഡിലെ കുഴി ലൈവ് വയറിന്റെയും ടെർമിനലാണ്. ഇനി പ്ലഗിനെ പറ്റി പറയുമ്പോൾ പ്ലഗ് നമുക്കറിയാലോ, പ്ലഗ് വേണ്ട ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിലൊരു വലിയ ഒരു ടെർമിനൽ, ഇത് 2 എണ്ണം കണ്ടോ, ചെറിയ ടെർമിനൽ. ഇങ്ങനെയാണല്ലോ പ്ലഗ് ഇരിക്കുന്നത്. എപ്പോഴും ആലോചിച്ചോണം, സോക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പ്ലഗിന്റെ ന്യൂട്രൽ ലൈവ് വരുന്നത്. കാരണം ഇതിനെ നമ്മളിങ്ങനെ തിരിച്ചല്ലേ ഇവിടെ കുത്തുന്നത്. അപ്പൊ ഇത് ന്യൂട്രൽ വരണം, ഇത് ലൈവ് വന്നാലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, തിരിച്ചു കുത്താൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ സോക്കറ്റ് പഠിച്ചാൽ മറ്റേത് സോക്കറ്റ് കാണാൻ പഠിച്ചാൽ മറ്റേത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ചിന്തിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. എർത്തിന്റെ പിന്നെ ഇച്ചിരി തിക്കറും ലോങ്ങറും ആയിട്ടാണ് ഇതാക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ആദ്യം ടെർമിനലുമായിട്ട് കോണ്ടാക്ട് വരേണ്ടത് എർത്ത് വയർ ആയിരിക്കണം. കാരണം എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഒരു ഷോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് സർക്യൂട്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ ആ എക്സ്ട്രാ കറണ്ട് എന്ത് ചെയ്യും, ഈ എർത്തിങ്ങിനകത്തൂടെ കയറി പോകാൻ വേണ്ടിയാണ് ആദ്യം എർത്ത് വയർ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എർത്തിന്റെ ആ ഒരു ടെർമിനൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം അത് പോയി കൊള്ളണം. ഓക്കെ, അപ്പം ലൈവ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള അപ്ലയൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടുത്തെ എക്സ്ട്രാ ആയിട്ടുള്ള കറണ്ട് ഈ എർത്ത് കണക്ഷനകത്തൂടെ ഭൂമിക്കടിയിലേക്ക് പോകും. ഓക്കെ ആണല്ലോ.
അതും പഠിക്കണം. എന്തുകൊണ്ടാണ് എർത്ത് വയറിന്റെ ഇത് തിക്കറും ലോങ്ങറും ആയിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മസ്റ്റ് ആയിട്ടും പഠിക്കണം. ഓക്കെ, ഇനിയും അതേപോലെ തന്നെ സോക്കറ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ കളർ കോഡിങ്, വയറിന്റെ കളർ കോഡിങ് എപ്പോഴും ആലോചിച്ചോണം. ലൈവ് വയർ എപ്പോഴും റെഡ് കളർ വയറിലായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഓൾഡ് കൺവെൻഷൻ വെച്ചിട്ട്. ന്യൂട്രൽ വയർ എപ്പോഴും ബ്ലാക്കിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എർത്ത് വയർ എപ്പോഴും ഗ്രീനിലായിരിക്കും നമ്മൾ. പുതിയ എന്താണ് വയറിംഗ് കൺസെപ്റ്റ് വെച്ചിട്ട് ലൈവ് വയറിനെ ബ്രൗൺ വയർ വെച്ചിട്ടും ന്യൂട്രൽ വയറിനെ ലൈറ്റ് ബ്രൗൺ കളർ വെച്ചിട്ടും എർത്തിനെ ഗ്രീൻ വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യാറുണ്ട്, യെല്ലോ വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും പഠിക്കണം. ക്ലിയർ ആണോ? പിന്നെ നമുക്ക് ഇത് ഓർത്ത് വെച്ചോണം, കളർ കോഡ് ഓർത്ത് വെച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഹൈ ടെൻഷൻ വയറിനെ പറ്റി പഠിക്കാനുണ്ട്. ഹൈ ടെൻഷൻ വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ലോ റെസിസ്റ്റൻസും ലാർജ് സർഫസ് ഏരിയയും ഉള്ള വയറിനെയാണ് നമ്മൾ ഹൈ ടെൻഷൻ വയറുകൾ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ ഒരു 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 പെർട്ടിക്കുലർ കറണ്ട് ഇച്ചിരി കൂടി വന്നാലും അതിന് എന്ത് ചെയ്യാൻ പറ്റും? ആ വയറിന് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അത് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത് ആ വയർ ഉരുകി പോകത്തില്ല. മനസ്സിലായോ? അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പം അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് ഈച്ച് വയർ ഇൻ എ കേബിൾ ഈസ് കേപ്പബിൾ ഓഫ് വിത്ത്സ്റ്റാൻഡിംഗ് അപ് ടു എ സ്പെസിഫിക് ലിമിറ്റ് ഓഫ് കറണ്ട്. If current exceeds this limit, the wire may burn due to excessive heating and it may cause a fire. To avoid it, for high voltage and heavy current, a special type of wire called high tension wires is used. A high tension wire has a low resistance and low surface area. അതായത് നിങ്ങൾ ആലോചിച്ചോണം, നമ്മൾ ഒരു പർട്ടിക്കുലർ ഇപ്പം നമ്മുടെ ഗ്രൈൻഡർ നമ്മൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ സോക്കറ്റ് അല്ലായിരിക്കും, അത് പവർ പ്ലഗ് ആയിരിക്കും. ഇച്ചിരി എന്താണ് വീതി നീളമൊക്കെ ഉള്ള ഒരു പ്ലഗിനെയാണ് നമ്മൾ പവർ പ്ലഗ് എന്ന് പറയുന്നത്. അതിന്റെ സോക്കറ്റും വീതി നീളമൊക്കെ ഓരോ ഇതിനും വീതി നീളമൊക്കെ ഉണ്ടാവും. അതായത് ഡയമീറ്റർ ഒക്കെ ഇച്ചിരി വലുതായിരിക്കും. മനസ്സിലായോ? അത് കണക്ട് ചെയ്യാൻ കാരണം എന്താ പറയുക? അതിൽ കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വയറും ഇച്ചിരി വലിയ വയറാണ്, തിക്ക് വയറൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് ഹൈ ടെൻഷൻ വയറാണ്. കാരണം എന്താ അറിയോ? ചെറിയ വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഗ്രൈൻഡർ ഒക്കെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഗ്രൈൻഡറിന്റെ പവർ ഭയങ്കര ഹൈ ആയതുകൊണ്ട് നല്ല രീതിയിൽ കറണ്ട് വലിച്ചെടുക്കുകയും ആ വയറിനകത്തൂടെ പോകുന്ന കറണ്ട് കൂടുകയും ചൂട് കൂടുകയും ആ വയർ ഉരുകി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉരുകി പോയി കഴിഞ്ഞാൽ ലൈവ് വയറും ന്യൂട്രൽ വയറും കോണ്ടാക്ട് വരികയും അവിടെ അത് കത്തിപ്പോവുകയും ഫയറിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നല്ല പവർ റേറ്റിംഗ് ഉള്ള അപ്ലയൻസുകൾ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു സോക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ സോക്കറ്റിലേക്ക് വരുന്ന വയറുകളെല്ലാം ഹൈ ടെൻഷൻ വയറുകളായിരിക്കും. ഹൈ ടെൻഷൻ വയറുകളുടെ പ്രത്യേകത റെസിസ്റ്റൻസ് ലോ ആയിരിക്കും, സർഫസ് ഏരിയ കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി ലാസ്റ്റ് സേഫ്റ്റി പ്രിക്കോഷൻ വൈൽ യൂസിങ് ദി ഇലക്ട്രിസിറ്റി ആണ്. ഒന്നുമില്ല, എന്താണ് ഫയർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊസീജിയർ നോക്കണം. അതേപോലെ ഇലക്ട്രിക് ഷോക്ക് അവോയ്ഡ് ചെയ്യാനുള്ള പ്രൊസീജിയർ നോക്കണം. ഫയർ അവോയ്ഡ് ചെയ്യാനുള്ള ഇത് നോക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വയർ ഉപയോഗിക്കണം. പിന്നെ ലൈവ് വയറും ന്യൂട്രൽ വയറും കോണ്ടാക്ട് വരാൻ പാടില്ല, അതായത് ഷോർട്ട് സർക്യൂട്ടിങ് ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ട എന്താണ് കാര്യങ്ങൾ നോക്കണം. ഇനി ഇലക്ട്രിക് ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് നനഞ്ഞ കൈ കൊണ്ട് തൊടാൻ പാടില്ല. എർത്തിങ് പ്രോപ്പർ ആണോ അല്ലയോ എന്നുള്ള കാര്യം നോക്കണം. ഡാമേജ്ഡ് ആയിട്ടുള്ള വയർ അപ്പം തന്നെ റിമൂവ് ചെയ്യണം. പിന്നെ എന്താണ് ലോക്കൽ എർത്ത്, അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉഡായിപ്പ് രീതിയിൽ എർത്തിങ്ങുകളൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ എന്താണ് ചെയ്യാൻ പാടില്ല. എല്ലാം എർത്തിങ് ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോക്കിനെ ഒരു പരിധി വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തടയാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത്രയുമേ ഉള്ളൂ.